أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أما بعد فأعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. ലോകത്ത് തൗഹീദ് സ്ഥാപിക്കുന്നതിനായി നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്കുണ്ടായിരുന്ന വേദന, പരിശ്രമം, ധൈര്യം എന്നിവയെക്കുറിച്ചും ഷിർക്കിൻ്റെ എല്ലാ വശങ്ങൾക്കുമെതിരെ ഉറച്ച ശിലയെപ്പോലെ നിലകൊള്ളുന്നതിനെക്കുറിച്ചും ഓരോ ജനതയുടെയും ഷിർക്ക് ചിന്തകൾക്കും അധ്യാപനങ്ങൾക്കുമെതിരെ സത്യം പ്രസ്താവിക്കുന്നതിനെക്കുറിച്ചും നിങ്ങൾ മുമ്പ് വായിച്ചിട്ടുണ്ടാകും. ഇതിനെക്കുറിച്ച് വിശദീകരിച്ചുകൊണ്ട് ഹസ്രത്ത് മസീമോദ് അലൈഹി സ്വലാത്തു വസ്സലാം പ്രസ്താവിക്കുന്നു: ആയിരക്കണക്കിന് അപകടങ്ങൾ ഉണ്ടാവുകയും ലക്ഷക്കണക്കിന് ശത്രുക്കളും തടസ്സക്കാരും ഭയപ്പെടുന്നവരും എഴുന്നേൽക്കുകയും ചെയ്തിട്ടും നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം തൻ്റെ പ്രവാചകത്വവാദത്തിൽ ആദ്യന്തം എത്രത്തോളം നിശ്ചയദാർഢ്യത്തോടെയാണ് ഉറച്ചു നിന്നതെന്ന് ചിന്തിക്കേണ്ടതുണ്ട്. വർഷങ്ങളോളം അത്തരം വിപത്തുകൾ കാണുകയും ദുരിതങ്ങൾ അനുഭവിക്കുകയും ചെയ്യേണ്ടി വന്നു. അവ വിജയത്തെക്കുറിച്ച് പൂർണ്ണമായും നിരാശപ്പെടുത്തുന്നവയും ദിനംപ്രതി വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നവയുമായിരുന്നു. അവയിൽ ക്ഷമ കൈക്കൊള്ളുന്നതിലൂടെ ഏതെങ്കിലും ലൗകിക ലക്ഷ്യം കൈവരിക്കാനാകുമെന്ന് ചിന്തിക്കാൻ പോലും കഴിയില്ലായിരുന്നു. എന്നു തന്നെയല്ല, പ്രവാചകത്വവാദം ഉന്നയിച്ചതിലൂടെ തനിക്കുണ്ടായിരുന്ന ആദ്യത്തെ സംഘത്തെയും നഷ്ടപ്പെടുത്തി. അതായത് സ്വന്തം കൈകളാൽ തന്നെ ബന്ധുത്വാധിഷ്ഠിതമായ ആദ്യത്തെ കൂട്ടായ്മയെയും ഇല്ലാതാക്കി. ഒരു കാര്യം പ്രസ്താവിച്ചുകൊണ്ട് ലക്ഷക്കണക്കിന് ഭിന്നതകൾ വാങ്ങുകയും ആയിരക്കണക്കിന് പരീക്ഷണങ്ങളെ സ്വന്തം തലയിലേക്ക് ക്ഷണിച്ചു വരുത്തുകയും ചെയ്തു. ജന്മനാട്ടിൽ നിന്ന് പുറത്താക്കപ്പെട്ടു, വധിക്കുന്നതിനായി പിന്തുടരപ്പെട്ടു, വീടും സാധന സാമഗ്രികളും നശിപ്പിക്കപ്പെട്ടു, പലതവണ വിഷം നൽകപ്പെട്ടു. ഗുണകാംക്ഷികളായിരുന്നവർ ദോഷം ഇച്ഛിക്കുന്നവരായി മാറി. സുഹൃത്തുക്കളായിരുന്നവർ ശത്രുത കാണിക്കാൻ തുടങ്ങി. വളരെ ദീർഘകാലം അത്തരം കൈപ്പേറിയ അനുഭവങ്ങൾ സഹിക്കേണ്ടി വന്നു. അവയിൽ ഉറച്ചു നിൽക്കുക എന്നത് ഒരു വഞ്ചകൻ്റെയോ കൗശലക്കാരൻ്റെയോ പണിയല്ല. അദ്ദേഹം പ്രസ്താവിക്കുന്നു: പിന്നീട് സത്യം പ്രസ്താവിക്കുന്നതിൽ അത്രത്തോളം വ്യക്തത പുലർത്തിയിരുന്നു. തൗഹീദ് പ്രബോധിച്ചുകൊണ്ട് എല്ലാ ജനതകളെയും എല്ലാ വിഭാഗങ്ങളെയും ഷിർക്കിൽ മുഴുകിയിരുന്ന ലോകത്തെ മുഴുവൻ ആളുകളെയും ശത്രുക്കളാക്കി മാറ്റി. സ്വന്തക്കാരും ബന്ധുക്കളുമായി ഇരുന്നവരെ വിഗ്രഹാരാധനയിൽ നിന്ന് തടഞ്ഞുകൊണ്ട് അവരെ പ്രഥമ ശത്രുക്കളാക്കി. യഹൂദികളുമായുള്ള ബന്ധവും വഷളായി. കാരണം അവരെ പലതരത്തിലുള്ള സൃഷ്ടിപൂജയിൽ നിന്നും പുരോഹിത പൂജയിൽ നിന്നും ദുഷ്പ്രവൃത്തികളിൽ നിന്നും തടഞ്ഞു. ഹസ്രത്ത് ഈസായെ നിഷേധിക്കുന്നതിൽ നിന്നും അപമാനിക്കുന്നതിൽ നിന്നും അവരെ വിലക്കി. അത് അവരുടെ മനസ്സിനെ അത്യധികം വേദനിപ്പിച്ചു. യഹൂദികളെ മസീഹിനെ നിഷേധിക്കുന്നതിൽ നിന്ന് തടഞ്ഞു. അതിനാൽ അവരുടെ മനം നൊന്തു. അവർ കടുത്ത ശത്രുതയ്ക്ക് തയ്യാറെടുക്കുകയും ഓരോ നിമിഷവും വധിക്കാനുള്ള തക്കം പാർത്തിരിക്കുകയും ചെയ്തു. അതുപോലെ ക്രിസ്ത്യാനികളെയും ദേഷ്യം പിടിപ്പിച്ചു. കാരണം അവരുടെ വിശ്വാസം പോലെ ഹസ്രത്ത് ഈസായെ ദൈവമായോ ദൈവപുത്രനായോ പരിഗണിച്ചില്ല. അദ്ദേഹം ക്രൂശിക്കപ്പെട്ട് മറ്റുള്ളവരെ രക്ഷിക്കുന്നവനാണെന്നും അംഗീകരിച്ചില്ല. അഗ്നി ആരാധകരും നക്ഷത്രപൂജകരും അസംതൃപ്തരായി. കാരണം അവരെയും അവരുടെ ദേവന്മാരെ ആരാധിക്കുന്നതിൽ നിന്ന് വിലക്കി. മോചനത്തിൻ്റെ ആധാരം തൗഹീദ് മാത്രമാണെന്ന് നിശ്ചയിച്ചു. അദ്ദേഹം പ്രസ്താവിക്കുന്നു, ഇനി നീതിപൂർവം ചിന്തിക്കുക.
ദുനിയാവ് നേടിയെടുക്കാനുള്ള മാർഗം ഇതായിരുന്നുവോ? നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ദുനിയാവ് നേടിയെടുത്തു എന്ന് ഇക്കാലത്ത് ആളുകൾ ആരോപണം ഉന്നയിക്കാറുണ്ട്. ഓരോ വിഭാഗത്തോടും അത്യധികം വ്യക്തവും ഹൃദയഭേദകവുമായ കാര്യങ്ങൾ പ്രസ്താവിച്ചു. അതിൻ്റെ ഫലമായി എല്ലാവരും എതിർപ്പിനായി അരമുറുക്കി രംഗത്ത് വരികയും എല്ലാവരുടെയും മനസ്സുകൾ തകരുകയും ചെയ്തു. തനിക്കല്പമെങ്കിലും ഒരു കൂട്ടായ്മ രൂപപ്പെടുന്നതിനോ ആരുടെയെങ്കിലും ആക്രമണം തടയാനുള്ള ശക്തി കൈവരുന്നതിനോ മുമ്പ് തന്നെ എല്ലാവരുടെയും സ്വഭാവത്തെ പ്രകോപിപ്പിച്ചു. അത് അവരെ രക്തദാഹികളാക്കി മാറ്റി. എന്നും ഇസ്ലാമിൻ്റെ ശത്രുക്കളായ പൗരസ്ത്യ ഗവേഷകർ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്കെതിരെ ഇതേ ആരോപണം ഉന്നയിക്കുന്നു. എന്നാൽ ഈ ആരോപണം ഉന്നയിക്കുമ്പോൾ തന്നെ ഏതെങ്കിലും നേട്ടം കൊയ്യാൻ വേണ്ടി ഏതെങ്കിലും മനുഷ്യൻ ഇത്തരമൊരു അവസ്ഥ സ്വന്തം വരുത്തിവെക്കുമോ എന്നവർ ചിന്തിക്കുന്നില്ല. അദ്ദേഹം പ്രസ്താവിക്കുന്നു, ലോകത്തെ പ്രീണിപ്പിക്കാനുള്ള തന്ത്രം ഇതായിരുന്നു. ചിലരെ വ്യാജരെന്ന് പറഞ്ഞതുപോലെ ചിലരെ സത്യവാന്മാരെന്നും പ്രസ്താവിക്കണമായിരുന്നു. കാലത്തിനനുസരിച്ചാണ് നടക്കേണ്ടിയിരുന്നതെങ്കിൽ ചിലരെ കള്ളന്മാരെന്ന് വിളിച്ചതുപോലെ സന്തോഷിപ്പിക്കാനായി ചിലരെ സത്യവാന്മാരെന്നും വിളിക്കാമായിരുന്നു. എങ്കിൽ കുറച്ചു പേർ എതിരായാലും ബാക്കി ചിലർ അനുകൂലികളായി അവശേഷിക്കുമായിരുന്നു. എന്ന് തന്നെയല്ല, അറബികളോട് നിങ്ങളുടെ ലാത്ത, ഉസ്സ എന്നിവ സത്യമാണെന്ന് പ്രസ്താവിച്ചിരുന്നെങ്കിൽ അവർ ആ നിമിഷം പാദങ്ങളിൽ വീഴുകയും ആഗ്രഹിക്കുന്നത് എന്തും അവർ ചെയ്തു തരികയും ചെയ്യുമായിരുന്നു. കാരണം അവരെല്ലാം സ്വന്തക്കാരും ബന്ധുക്കളും ദേശീയാഭിമാനത്തിൽ സമാനതകളില്ലാത്തവരുമായിരുന്നു. രക്തബന്ധവും കുടുംബബന്ധവും ഗോത്രമഹിമയും അവിടെ ഉണ്ടായിരുന്നു. അതിനായി അവർ ഏത് ത്യാഗത്തിനും സന്നദ്ധരായിരുന്നു. എല്ലാം അംഗീകരിക്കപ്പെട്ടേനെ. വിഗ്രഹാരാധനയെ അനുകൂലിച്ചിരുന്നെങ്കിൽ അവർ സന്തോഷിക്കുമായിരുന്നു. നിങ്ങളുടെ വിഗ്രഹങ്ങൾ ശരിയാണെന്ന് പ്രസ്താവിച്ചിരുന്നെങ്കിൽ അവർ സന്തുഷ്ടരാകുകയും ഹൃദയപൂർവ്വം അനുസരണം സ്വീകരിക്കുകയും ചെയ്യുമായിരുന്നു. ഈ ആവശ്യം തന്നെയായിരുന്നു അവർ മുന്നോട്ട് വെച്ചതും. എന്നാൽ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പെട്ടെന്ന് തന്നെ സ്വന്തക്കാരോടും അന്യരോടും ഒരുപോലെ ബന്ധം വഷളാക്കിയതും അക്കാലത്ത് ലോകത്തിന് ഏറ്റവും വെറുപ്പുള്ള കാര്യമായിരുന്ന തൗഹീദിനെ മുറുകെ പിടിച്ചതും ഏത് ലൗകിക താൽപ്പര്യത്തിൻ്റെ അടിസ്ഥാനത്തിലായിരുന്നുവെന്ന് ചിന്തിക്കേണ്ടതാണ്. തൗഹീദ് കാരണം നൂറുകണക്കിന് പ്രയാസങ്ങൾ വന്നു ചേരുകയും ജീവൻ പോലും അപായത്തിലാവുകയും ചെയ്യുമെന്ന് ഉറപ്പായിരുന്നു. ആദ്യം തന്നെ ഇതിൻ്റെ പേരിൽ തൻ്റെ മുഴുവൻ സമ്പാദ്യവും കൂട്ടായ്മയും നശിപ്പിക്കപ്പെട്ട സ്ഥിതിക്ക് വീണ്ടും ആ പരീക്ഷണങ്ങൾ നിറഞ്ഞ വിശ്വാസത്തിൽ തന്നെ ഉറച്ചു നിൽക്കുന്നതിലൂടെ ഏത് ലക്ഷ്യമാണ് ഉദ്ദേശിച്ചിരുന്നത്? ആ വിശ്വാസം വെളിപ്പെടുത്തിയ ഉടൻ തന്നെ നവമുസ്ലിങ്ങൾക്ക് തടവറയും ചങ്ങലകളും കഠിനമായ മർദ്ദനങ്ങളുമാണ് ലഭിച്ചത്. നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് മാത്രമല്ല, അദ്ദേഹത്തെ വിശ്വസിച്ചവർക്കും തൗഹീദ് പ്രഖ്യാപിച്ചതിൻ്റെ പേരിൽ കഷ്ടപ്പാടുകൾ സഹിക്കേണ്ടി വന്നു. ദുനിയാവ് സമ്പാദിക്കാനുള്ള രീതി ഇതാണോ? അതായത് ഓരോരുത്തർക്കും അവരുടെ സ്വഭാവത്തിനും ശീലത്തിനും താൽപ്പര്യത്തിനും വിശ്വാസത്തിനും വിരുദ്ധമായ കൈപ്പേറിയ വചനങ്ങൾ കേൾപ്പിച്ചുകൊണ്ട് എല്ലാവരെയും പെട്ടെന്ന് തന്നെ ആ ജന്മ ശത്രുക്കളാക്കി മാറ്റുക എന്നതാണോ? ഏതെങ്കിലും ഒരു ജനതയുമായി പോലും ബന്ധം പുലർത്തിയില്ല. അത്യാഗ്രഹികളും കൗശലക്കാരുമായ ആളുകൾ, അതായത് എന്തെങ്കിലും ആഗ്രഹിക്കുന്നവരോ അല്ലെങ്കിൽ ബുദ്ധിയോ കൗശലമോ കാണിക്കുന്നവരോ ആയ ആളുകൾ, സുഹൃത്തുക്കൾ പോലും ശത്രുക്കളായി മാറുന്ന ഇത്തരത്തിലുള്ള തന്ത്രങ്ങളാണോ പ്രയോഗിക്കാറുള്ളത്? ഏതെങ്കിലും കുതന്ത്രത്തിലൂടെ ദുനിയാവ് സമ്പാദിക്കാൻ ആഗ്രഹിക്കുന്നവരുടെ തത്വം ഇതാണോ? അതായത് ഒരേ സമയം ലോകം മുഴുവൻ ശത്രുത പുലർത്താനുള്ള ആവേശം നൽകുകയും സ്വന്തം ജീവൻ എപ്പോഴും ഉത്കണ്ഠയിലാക്കുകയും ചെയ്യുക എന്നത്? അവർ തങ്ങളുടെ ലക്ഷ്യം നേടുന്നതിനായി എല്ലാവരോടും സന്ധി ചെയ്യുന്ന മാർഗമാണ് സ്വീകരിക്കാറുള്ളത്. കൂടാതെ ഓരോ വിഭാഗത്തിനും സത്യസന്ധതയുടെ സർട്ടിഫിക്കറ്റ് നൽകുകയും ചെയ്യുന്നു. അള്ളാഹുവിന് വേണ്ടി ഏകനിഷ്ഠയുള്ളവരാവുക എന്നത് അവരുടെ ശീലത്തിൽ എവിടെയാണുള്ളത്? അള്ളാഹുവിൻ്റെ തൗഹീദിനെയും മഹത്വത്തെയും കുറിച്ച് അവർ എപ്പോഴാണ് ശ്രദ്ധിക്കാറുള്ളത്? അള്ളാഹുവിന് വേണ്ടി അനാവശ്യമായി ദുരിതങ്ങൾ അനുഭവിക്കേണ്ടി വരുന്നതിൽ അവർക്ക് എന്ത് കാര്യമാണുള്ളത്? അവർ ഒരു വേട്ടക്കാരനെപ്പോലെ ഇരയെ പിടിക്കാൻ ഏറ്റവും എളുപ്പമുള്ള വഴിയിലാണല്ലോ വലവിരിക്കുന്നത്. വഞ്ചനയിലൂടെ കീഴ്പ്പെടുത്താനാണെങ്കിൽ വേട്ടക്കാരനെപ്പോലെ വലവിരിക്കുകയും അധ്വാനം കുറഞ്ഞതും ദുനിയാവിൻ്റെ നേട്ടം കൂടുതലുള്ളതുമായ മാർഗമാണല്ലോ സ്വീകരിക്കുക. കാപട്യം അവരുടെ തൊഴിലും പ്രീണനം അവരുടെ സ്വഭാവവുമായിരിക്കും. എല്ലാവരോടും മധുരഭാഷണം നടത്തുക എന്നതും ഓരോ കള്ളനോടും സാധുവിനോടും
ഒരുപോലെ ബന്ധം പുലർത്തുക എന്നും ഉള്ളത് അവരുടെ ഒരു പ്രത്യേക തത്വമാണ്. മുസ്ലിമിനോട് അല്ലാഹു 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 എന്നും ഹിന്ദുക്കളോട് റാം റാം എന്നും പറയാൻ അവർ എപ്പോഴും തയ്യാറായിരിക്കും. ഓരോ സദസ്സിലും അതേ എന്ന് പറയുന്നവരോട് അതേ എന്നും അല്ല എന്ന് പറയുന്നവരോട് അല്ല എന്നും പറയും. സദസ്സ് എങ്ങനെയുള്ളതാണോ അതിനനുസരിച്ച് സ്വയം മാറിത്തീരും. അവർക്ക് അല്ലാഹുവുമായി എന്ത് ബന്ധമാണുള്ളത്? അവനോട് കൂറ് കാണിക്കുന്നതിൽ അവർക്ക് എന്ത് കാര്യമാണുള്ളത്? തങ്ങളുടെ സുഖപ്രദമായ ജീവിതത്തെ വെറുതെ അനാവശ്യമായ ദുഃഖങ്ങളിൽ കൊണ്ടുപോയി ഇടേണ്ട ആവശ്യം അവർക്കെന്താണ്? അവരുടെ ഗുരു അവർക്ക് ഒരു പാഠം മാത്രമാണ് പഠിപ്പിച്ചു കൊടുത്തിട്ടുള്ളത്. അതായത് ഓരോരുത്തരോടും നിന്റെ മാർഗം ഏതാണോ അതുതന്നെയാണ് നേരായതെന്നും നിന്റെ അഭിപ്രായം ഏതാണോ അതുതന്നെയാണ് ശരിയെന്നും നീ എന്ത് മനസ്സിലാക്കിയോ അതുതന്നെയാണ് ഉചിതമെന്നും പറയണം. ചുരുക്കത്തിൽ അവർക്ക് നേരും നെറുകേടും സത്യവും അസത്യവും നന്മയും തിന്മയും എന്നൊന്നുമുള്ള വ്യത്യാസമേ ഇല്ല. മറിച്ച് ആരിൽ നിന്ന് നേട്ടമുണ്ടാകുന്നോ അവരുടെ കണക്കിൽ ഭക്തനും സാധുവും ജെന്റിൽമാനുമായിരിക്കും. ആരുടെ പ്രശംസയിലൂടെ വയറാകുന്ന നരകം നിറയുമെന്ന് തോന്നുന്നുവോ അവനെ മുക്തി ലഭിക്കുന്നവനായും സ്വർഗത്തിൻ്റെ അവകാശിയായും നിത്യജീവിതത്തിൻ്റെ ഉടമയായും അവർ മാറ്റുന്നു. അവർക്ക് അയാൾ തന്നെയായിരിക്കുമെല്ലാം. എന്നാൽ ഹസ്രത്ത് ഖാത്തുമുൽ അംബിയ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സംഭവ വികാസങ്ങളിലേക്ക് കണ്ണോടിക്കുമ്പോൾ ഈ കാര്യം അത്യധികം വ്യക്തവും പ്രകടവും പ്രകാശമാനവുമാണ്. അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി ഉന്നത തലത്തിലുള്ള ഏകനിഷ്ഠയുള്ളവനും നിർമ്മല ഹൃദയനും അള്ളാഹുവിനു വേണ്ടി ജീവൻ സമർപ്പിക്കുന്നവനും സൃഷ്ടികളിൽ നിന്നുള്ള ഭയത്തിൽ നിന്നും പ്രതീക്ഷയിൽ നിന്നും പൂർണ്ണമായും മുഖം തിരിച്ചവനും കേവലം അള്ളാഹുവിൽ മാത്രം ഭരമേൽപ്പിക്കുന്നവനും ആയിരുന്നു. അള്ളാഹുവിൻ്റെ താൽപ്പര്യത്തിലും ഇഷ്ടത്തിലും ലയിച്ച് ഇല്ലാതായിക്കൊണ്ട് തൗഹീദ് പ്രഘോഷണം ചെയ്യുന്നതിലൂടെ എന്ത് പരീക്ഷണങ്ങളാണ് തൻ്റെ തലയിൽ വന്നു ചേരുകയെന്നോ മുശ്രിക്കുകളുടെ കയ്യാൽ എന്തെല്ലാം ദുഃഖങ്ങളും വേദനകളും സഹിക്കേണ്ടി വരുമെന്നോ അദ്ദേഹം ഒട്ടും ഗൗനിച്ചില്ല. മറിച്ച് എല്ലാ കഠിനതകളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും സ്വയം സഹിച്ചുകൊണ്ട് തൻ്റെ നാഥൻ്റെ കൽപ്പന നടപ്പിലാക്കി. മുജാഹിദ, ആത്മസമരം, വാള്, ഉപദേശം എന്നിവയുടെ നിബന്ധനകൾ എന്തെല്ലാമാണോ അവയെല്ലാം പൂർത്തീകരിക്കുകയും ഭയപ്പെടുത്തുന്ന ഒന്നിനെയും ഒരു കാര്യമായി പരിഗണിക്കുകയുമില്ലായിരുന്നു. നാം സത്യം സത്യമായി പറയുന്നു, എല്ലാ നബിമാരുടെയും ചരിത്രങ്ങളിൽ ഇത്രത്തോളം അപകടങ്ങൾ നിറഞ്ഞ സാഹചര്യങ്ങളും എന്നിട്ടും അള്ളാഹുവിൽ ഇത്രയേറെ ഭരമേൽപ്പിച്ചുകൊണ്ട് പരസ്യമായി ഷിർക്കിനെയും സൃഷ്ടിപൂജയെയും തടയുന്നവനായും ഇത്രയധികം ശത്രുക്കളുണ്ടായിട്ടും ഇപ്രകാരം അചഞ്ചലനായും നിശ്ചയദാർഢ്യത്തോടെയും നിലകൊള്ളുന്ന ഒരാളെയും കാണാൻ സാധ്യമല്ല. അമ്പിയാക്കളുടെ ചരിത്രത്തിൽ നോക്കിയാലും ഇത്രത്തോളം നിശ്ചയദാർഢ്യം മറ്റെങ്ങും തെളിയിക്കപ്പെട്ടിട്ടില്ല. അതിനാൽ അല്പമെങ്കിലും സത്യസന്ധതയോടെ ചിന്തിക്കേണ്ടതുണ്ട്. ഈ സാഹചര്യങ്ങളെല്ലാം എങ്ങനെയാണ് നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആന്തരിക സത്യസന്ധതയിലേക്ക് തെളിവായിരിക്കുന്നത്? ഇതുകൂടാതെ വിവേകിയായ ഒരു മനുഷ്യൻ ഈ സാഹചര്യങ്ങളെക്കുറിച്ച് വീണ്ടും ചിന്തിക്കുകയാണെങ്കിൽ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം നിയോഗിക്കപ്പെട്ട കാലം യഥാർത്ഥത്തിൽ ഒരു വലിയ ഉന്നത ശീർഷനായ ദൈവിക പരിഷ്കർത്താവിനെയും വാനലോകത്തു നിന്നുള്ള മാർഗദർശിയെയും അത്യധികം ആവശ്യപ്പെട്ടിരുന്ന ഒരു കാലമായിരുന്നു എന്ന് കാണാം. നൽകപ്പെട്ട അധ്യാപനങ്ങളാകട്ടെ യഥാർത്ഥത്തിൽ സത്യമായതും അത്യന്താപേക്ഷിതവുമായ ഒന്നായിരുന്നു. കാലം എത്രത്തോളം വഷളായിരുന്നു! ആ സമയത്ത് ഒരു മാർഗദർശിയുടെയും ഒരു പരിഷ്കർത്താവിൻ്റെയും ഒരു നേതാവിൻ്റെയും ആവശ്യമുണ്ടായിരുന്നു. അപ്പോഴാണ് ആ കാലഘട്ടത്തിലേക്ക് നിബിതങ്ങൾ എത്തിയത്. കാലഘട്ടത്തിൻ്റെ എല്ലാ ആവശ്യങ്ങളെയും പൂർത്തീകരിക്കുന്ന ഒന്നായിരുന്നു ആ അധ്യാപനം. പിന്നീട് ആ അധ്യാപനം ലക്ഷക്കണക്കിന് ഹൃദയങ്ങളെ സത്യത്തിലേക്കും നേർവഴിയിലേക്കും ആകർഷിക്കുകയും ലക്ഷക്കണക്കിന് നെഞ്ചുകളിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന മുദ്ര പതിപ്പിക്കുകയും ചെയ്തുകൊണ്ട് അതിൻ്റെ സ്വാധീനം വെളിപ്പെടുത്തി. പ്രവാചകത്വത്തിൻ്റെ പരമലക്ഷ്യം, അതായത് മോക്ഷത്തിൻ്റെ അടിസ്ഥാനങ്ങൾ പഠിപ്പിക്കുക എന്നത് മറ്റേതൊരു പ്രവാചകൻ്റെ കയ്യാൽ ഏതെങ്കിലും കാലഘട്ടത്തിൽ കൈവന്നതിനേക്കാൾ പൂർണ്ണതയിലേക്ക് അദ്ദേഹം എത്തിച്ചു. ഈ സംഭവ വികാസങ്ങളിലേക്ക് കണ്ണോടിക്കുമ്പോൾ നബിതങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തീർച്ചയായും അള്ളാഹുവിൻ്റെ പക്കൽ നിന്നുള്ള സത്യവാനായ മാർഗദർശിയാണെന്ന സാക്ഷ്യം ഹൃദയത്തിൽ നിന്ന് അറിയാതെ തന്നെ പുറത്തു വരും. പക്ഷപാതം കൊണ്ടും ശാഠ്യം കൊണ്ടും നിഷേധിക്കുന്നവൻ്റെ രോഗത്തിന് മരുന്നില്ല. അവൻ അള്ളാഹുവിനെ പോലും നിഷേധിച്ചേക്കാം. അല്ലാത്ത പക്ഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയിൽ പൂർണ്ണമായി സമ്മേളിച്ചിട്ടുള്ള ഈ സത്യസന്ധതയുടെ അടയാളങ്ങളിൽ ഒന്നെങ്കിലും മറ്റൊരു പ്രവാചകനിലുണ്ടെന്ന് തെളിയിക്കുക കാണിക്കട്ടെ, എങ്കിൽ നമുക്ക് സമ്മതിക്കാം. പിന്നീട് അദ്ദേഹം പ്രസ്താവിക്കുന്നു,
മറ്റെല്ലാ പ്രവാചകന്മാരെയും ഗ്രന്ഥങ്ങളെയും നിഷേധിച്ചുകൊണ്ട് ഹിന്ദുക്കൾ വേദം മാത്രമാണ് എല്ലാം എന്ന് പാടിക്കൊണ്ടിരിക്കുന്നു. ക്രൈസ്തവർ എല്ലാ ദൈവിക പ്രബോധനങ്ങളും ബൈബിളിൽ അവസാനിച്ചു എന്ന് കരുതിയിരിക്കുന്നു. ഓരോ ഗ്രന്ഥത്തിൻ്റെയും വിലയും നിലവാരവും അത് എത്രത്തോളം തൗഹീദ് പ്രദാനം ചെയ്യുന്നു എന്നതിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് അളക്കപ്പെടുന്നത് എന്ന് അവർ മനസ്സിലാക്കുന്നില്ല. തൗഹീദിൻ്റെ ഗുണം പകർന്നു നൽകുന്നതിൽ ഏത് ഗ്രന്ഥമാണോ മുൻപന്തിയിലുള്ളത് അതുതന്നെയാണ് പദവിയിൽ ശ്രേഷ്ഠമായിട്ടുള്ളത്. ഒരു ദൈവിക ഗ്രന്ഥത്തിൻ്റെ യഥാർത്ഥ ഗുണം എന്നത് അതിൽ തൗഹീദിൻ്റെ പാഠം എത്രത്തോളം അധികമുണ്ട് എന്നതാണ്. അള്ളാഹുവിൻ്റെ ഏകത്വത്തെ നിഷേധിക്കുന്ന ഒരാൾ എത്രത്തോളം സൽസ്വഭാവങ്ങളുള്ളവനായാലും അയാൾക്ക് മോക്ഷം ലഭിക്കില്ല എന്നതിൻ്റെ കാരണവും ഇതുതന്നെയാണ്. എല്ലാ സൽസ്വഭാവങ്ങളും അയാളിൽ സമ്മേളിച്ചിട്ടുണ്ടാകാം. എന്നാൽ തൗഹീദിനെ നിഷേധിക്കുന്നവനാണെങ്കിൽ അള്ളാഹുവിൻ്റെ അടുക്കൽ അയാൾ മോക്ഷം പ്രാപിച്ചവനല്ല. മോക്ഷത്തിൻ്റെ ആധാരമായ തൗഹീദ് ഏത് ഗ്രന്ഥം വഴിയാണ് ലോകത്ത് ഏറ്റവും കൂടുതൽ പ്രചരിച്ചതെന്ന് ഈ മാന്യന്മാർ ചിന്തിക്കേണ്ടതുണ്ട്. വേദം വഴി ഏത് നാട്ടിലാണ് ഏകദൈവ വിശ്വാസം പടർന്നതെന്ന് ആരെങ്കിലും ഒന്ന് പറഞ്ഞു തന്നാലും ബൈബിൾ വഴി തൗഹീദ് പ്രചരിപ്പിക്കപ്പെട്ട ഒരു നാടും കാണാൻ സാധ്യമല്ല എന്ന് തന്നെയല്ല, ബൈബിളിനെ വിശ്വസിക്കുന്നവർ ഏകദൈവ വിശ്വാസിയെ രക്ഷിക്കപ്പെട്ടവനായി പോലും കരുതുന്നില്ല. തൗഹീദിൽ വിശ്വസിക്കുന്നവരെ പാതിരിമാർ ഇരുളടഞ്ഞ നരകാഗ്നിയിലേക്കാണ് അയക്കുന്നത്. തൗഹീദിൽ വിശ്വസിക്കുന്നവർ, അതായത് 3 ദൈവങ്ങളെ വിശ്വസിക്കാതെ ഏകദൈവത്തെ വിശ്വസിക്കുന്നവർ കരിച്ചിലും പല്ലുരുമ്മലും ഉണ്ടാകുന്ന നരകാഗ്നിയിൽ വീഴുമെന്നാണ് അവർ പ്രസ്താവിക്കുന്നത്. അവർ പറയുന്നതനുസരിച്ച് ദൈവത്തിന് മരണവും വിപത്തും വിശപ്പും ദാഹവും വേദനയും ദുരിതവും ശരീരധാരിയായി പ്രത്യക്ഷപ്പെടലും അവതാരമെടുക്കലും എപ്പോഴും അനുവദനീയമായി കാണുന്നവർക്ക് മാത്രമേ ആ കറുത്ത തീയിൽ നിന്ന് രക്ഷപ്പെടാൻ സാധിക്കൂ. അല്ലാത്തപക്ഷം രക്ഷ നേടാൻ യാതൊരു മാർഗവുമില്ല. അതായത് ഹസ്രത്ത് ഈസാ നബിയെയാണ് ഇവിടെ വരച്ചു കാട്ടിയിരിക്കുന്നത്. ആ സാങ്കല്പിക സ്വർഗം യൂറോപ്പിലെ 2 വലിയ ജനതകളായ ഇംഗ്ലീഷുകാർക്കും റഷ്യക്കാർക്കുമായി പകുത്തു നൽകപ്പെടുന്നത് പോലെയാണിത്. ഇപ്പോൾ ഇതിൽ മറ്റു വലിയ രാജ്യങ്ങളും വിഭജിക്കപ്പെട്ടിട്ടുണ്ട്. അമേരിക്കക്കാരും ഇത് പറയുന്നുണ്ട് എന്ന് തന്നെയല്ല, ചില മസീഹിൻ്റെ 2ാം വരവ് ഒരുപക്ഷെ അമേരിക്കൻ പ്രസിഡന്റ് ട്രംപിൻ്റെ രൂപത്തിലായിരിക്കും എന്നുവരെ പറയപ്പെടുന്നു. ഇന്നാലില്ല. അദ്ദേഹം പ്രസ്താവിക്കുന്നു അത് പകുത്തു നൽകപ്പെടുമെന്നും അള്ളാഹുവിൻ്റെ പൂർണ്ണതയ്ക്ക് നിരക്കാത്ത എല്ലാത്തരം കുറവുകളിൽ നിന്നും അവനെ പരിശുദ്ധനായി കണ്ടു എന്ന കുറ്റത്തിന് ബാക്കിയുള്ള എല്ലാ ഏകദൈവ വിശ്വാസികളും നരകത്തിൽ തള്ളപ്പെടുമെന്നും അവർ കരുതുന്നു. നാം ഇപ്രകാരം എഴുതിയതിൻ്റെ ഉദ്ദേശം ഇതാണ്: ഇന്ന് ഭൂമുഖത്ത് തൗഹീദ് എന്ന് പേരുള്ള ആ സംഗതി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയുടെ ഉമ്മത്തിലല്ലാതെ മറ്റൊരു വിഭാഗത്തിലും കാണപ്പെടുന്നില്ല. കോടിക്കണക്കിന് സൃഷ്ടികളെ അള്ളാഹുവിൻ്റെ ഏകത്വത്തിൽ ഉറപ്പിച്ചു നിർത്തുന്നതും പൂർണ്ണമായ ആദരവോടെ ആ സത്യദൈവത്തിലേക്ക് വഴി നടത്തുന്നതുമായി ഖുർആനല്ലാതെ മറ്റൊരു ഗ്രന്ഥത്തിൻ്റെ അടയാളവും കാണുന്നില്ല. ഓരോ ജനതയും അവരവരുടെ കൃത്രിമ ദൈവങ്ങളെ ഉണ്ടാക്കി വച്ചിരിക്കുന്നു. എന്നാൽ മുസ്ലിങ്ങളുടെ ദൈവം പണ്ടുമുതലേ നാശമില്ലാത്തവനും മാറ്റമില്ലാത്തവനും തൻ്റെ അനാദിയായ ഗുണവിശേഷങ്ങളിൽ മുമ്പുണ്ടായിരുന്നതുപോലെ തന്നെ ഇന്നും നിലകൊള്ളുന്നവനുമാണ്. അതിനാൽ ഈ സംഭവങ്ങളെല്ലാം ഇസ്ലാമിൻ്റെ മാർഗദർശിയുടെ പ്രവാചകത്വത്തിൻ്റെ സത്യസന്ധത സൂര്യപ്രകാശം പോലെ വ്യക്തമാക്കുന്നതാണ്. പ്രവാചകത്വത്തിൻ്റെ അർത്ഥവും ദൗത്യത്തിൻ്റെ ലക്ഷ്യവും നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പരിശുദ്ധമായ വ്യക്തിത്വത്തിൽ തെളിയിക്കപ്പെടുകയും യാഥാർത്ഥ്യമാവുകയും ചെയ്യുന്നു. എല്ലാം ഇതിലൂടെ തെളിയിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. നിർമ്മിത വസ്തുക്കളിലൂടെ അത് നിർമ്മിച്ചവനെ തിരിച്ചറിയുന്നതുപോലെ വിവേകികളായ ആളുകൾ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം വരുത്തിയ പരിഷ്കരണങ്ങളിലൂടെ ആ ദൈവിക പരിഷ്കർത്താവിനെ തിരിച്ചറിയുന്നു. ഏതെങ്കിലും ഒരു വസ്തു നിർമ്മിച്ചവനുണ്ടെങ്കിൽ അവൻ നിർമ്മിച്ച ആ വസ്തുവിലൂടെയാണ് അവൻ എത്രത്തോളം ഉന്നതനാണെന്നോ ഏത് തരക്കാരനാണെന്നോ തിരിച്ചറിയപ്പെടുന്നത്. അതുപോലെ ഒരു ദൈവിക പരിഷ്കർത്താവിനെ തിരിച്ചറിയുന്നത് അദ്ദേഹം തൗഹീദ് പ്രചരിപ്പിക്കുന്നതിലൂടെയാണ്. അതുപോലെ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിൻ്റെ സഹായത്താൽ ശക്തിപ്പെടുത്തപ്പെട്ടവനാണെന്ന് തെളിയിക്കുന്ന ആയിരക്കണക്കിന് മറ്റ് സംഭവങ്ങളുമുണ്ട്. ഉദാഹരണത്തിന്, ധനമോ ശക്തിയോ സഹായികളോ ഇല്ലാത്ത, എഴുത്തും വായനയും അറിയാത്ത, അനാഥനായ, ഏകനായ, ദരിദ്രനായ ഒരാൾ ഓരോ ജനതയും സാമ്പത്തികവും സൈനികവും വിജ്ഞാനപരവുമായ എല്ലാ കരുത്തും കൈവശം വെച്ചിരുന്ന ഒരു കാലഘട്ടത്തിൽ ഇത്രത്തോളം പ്രകാശമാനമായ അധ്യാപനം കൊണ്ടുവന്നു എന്നത് അത്ഭുതകരമായൊരു കാര്യമല്ലേ? തൻ്റെ ഖണ്ഡിക്കാനാവാത്ത തെളിവുകളാലും വ്യക്തമായ പ്രമാണങ്ങളാലും
എല്ലാവരുടെയും നാവുകൾ അദ്ദേഹം നിശബ്ദമാക്കി. വലിയ പണ്ഡിതന്മാരായി നടന്നിരുന്നവരുടെയും ഫിലോസഫർ എന്ന് വിളിക്കപ്പെട്ടിരുന്നവരുടെയും, അതായത് ദാർശനികർ എന്നും വലിയ സ്കോളർമാർ എന്നും അറിയപ്പെട്ടിരുന്നവരുടെയും വലിയ പിഴവുകൾ അദ്ദേഹം തുറന്നു കാട്ടി. പിന്നീട് സഹായികളില്ലാത്ത ദരിദ്രനായിരുന്നിട്ടും രാജാക്കന്മാരെ സിംഹാസനങ്ങളിൽ നിന്ന് താഴെ ഇറക്കുകയും അതേ സിംഹാസനങ്ങളിൽ ദരിദ്രരെ ഇരുത്തുകയും ചെയ്തുകൊണ്ട് അത്രത്തോളം കരുത്ത് പ്രകടിപ്പിച്ചു. ഇത് അള്ളാഹുവിൻ്റെ സഹായമല്ലെങ്കിൽ പിന്നെന്താണ്? ലോകം മുഴുവൻ ബുദ്ധിയിലും അറിവിലും കരുത്തിലും ശക്തിയിലും വിജയിക്കുക എന്നത് അള്ളാഹുവിൻ്റെ സഹായമില്ലാതെ സംഭവിക്കുമോ? ഹദരത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാം പ്രസ്താവിക്കുന്നു, ചരിത്രം വ്യക്തമായി പറഞ്ഞു തരുന്നുണ്ട്, സമസ്ത ജനങ്ങളും യഥാർത്ഥ തത്വങ്ങൾ ഉപേക്ഷിക്കുകയും ചെയ്ത ഒരു കാലഘട്ടത്തിലാണ് നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം നിയോഗിക്കപ്പെട്ടത് എന്ന് ഫുർഖാൻ മജീദിൻ്റെ പലയിടങ്ങളിലും വളരെ വ്യക്തതയോടെ വന്നിട്ടുമുണ്ട്. ലോകമെമ്പാടും വഴിപിഴച്ച അവസ്ഥയും സൃഷ്ടിപൂജയും വ്യാപിക്കുകയും സിറാത്തുൽ മുസ്തഖീം മറന്നുകളഞ്ഞ് ഓരോ വിഭാഗവും വെവ്വേറെ ബിദഅത്തുകളുടെ മാർഗം സ്വീകരിച്ചിരുന്നു. അറേബ്യയിൽ വിഗ്രഹാരാധന അതിൻ്റെ ഉച്ചസ്ഥായിയിലുമായിരുന്നു. പേർഷ്യയിൽ അഗ്നി ആരാധകരുടെ വിപണി സജീവമായിരുന്നു. ഇറാൻകാർ ആ കാലഘട്ടത്തിൽ അഗ്നി ആരാധകരായിരുന്നു. അവർ തീയെ പൂജിച്ചിരുന്നു. ഇന്ത്യയിൽ വിഗ്രഹാരാധനയ്ക്ക് പുറമെ നൂറുകണക്കിന് തരത്തിലുള്ള സൃഷ്ടിപൂജകൾ പടർന്നിരുന്നു. ദൈവത്തിൻ്റെ ദശലക്ഷക്കണക്കിന് ദാസന്മാരെ ദൈവങ്ങളായി മാറ്റുകയും അവതാര പൂജയ്ക്ക് അടിത്തറയിടുകയും ചെയ്ത അനേകം പുരാണങ്ങളും പുസ്തകങ്ങളും ആ കാലഘട്ടത്തിൽ രചിക്കപ്പെട്ടിരുന്നു. പാതിരി വേർഡിൻ്റെയും ഇവിടെ ജോൺ ഡാവൻപോർട്ടിൻ്റെയും പ്രസ്താവന പ്രകാരം അതായത് അന്നത്തെ കാലത്ത് ക്രൈസ്തവ മതത്തേക്കാൾ മോശമായ മറ്റൊരു മതവും ഉണ്ടായിരുന്നില്ല എന്ന് അദ്ദേഹം പറയുന്നു. ജോൺ ഡാവൻപോർട്ടും ഇത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. മറ്റു പലരും താങ്കളുടെ കാലഘട്ടത്തിൽ താങ്കളുടെ അറിവിൽ വന്ന കാര്യങ്ങൾ എഴുതിയിട്ടുണ്ട്. ക്രൈസ്തവ ചരിത്രകാരന്മാരായ ഇംഗ്ലീഷ് പണ്ഡിതന്മാർ എഴുതിയത് ക്രൈസ്തവ മതത്തോളം മോശമായ മറ്റൊരു മതവും ഉണ്ടായിരുന്നില്ല എന്നാണ്. പാതിരിമാരുടെ ദുർനടപ്പും ദുശ്ചിന്തകളും കാരണം മതപരമായ വശത്തിന് വലിയൊരു കളങ്കമേറ്റിരുന്നു. മസീഹിയത്ത് വിശ്വാസങ്ങളിൽ ഒന്നോ രണ്ടോ അല്ല, മറിച്ച് പല സംഗതികളും ദൈവത്തിൻ്റെ സ്ഥാനം കൈക്കലാക്കിയിരുന്നു. അതിനാൽ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത്തരമൊരു സർവ്വവ്യാപകമായി വഴിപിഴച്ച കാലത്ത് നിയോഗിക്കപ്പെടുക എന്നത്, അതായത് അന്നത്തെ നിലവിലുള്ള അവസ്ഥ തന്നെ ഒരു ഉന്നതനായ വൈദ്യനെയും പരിഷ്കർത്താവിനെയും ആഗ്രഹിച്ചിരുന്നതും ദൈവിക മാർഗനിർദ്ദേശത്തിന് അങ്ങേയറ്റം ആവശ്യകത ഉണ്ടായിരുന്നതുമായ സമയമായിരുന്നു. അക്കാലത്ത് ആഗതനായിക്കൊണ്ട് ഒരു ലോകത്തെ മുഴുവൻ തൗഹീദ് കൊണ്ടും സൽക്കർമ്മങ്ങൾ കൊണ്ടും പ്രകാശിപ്പിക്കുകയും എല്ലാ തിന്മകളുടെയും മാതാവായ ശിർക്കിനെയും സൃഷ്ടിപൂജയെയും വേരോടെ പിഴുതെറിയുകയും ചെയ്തത് നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിൻ്റെ സത്യസന്ധനായ റസൂലും എല്ലാ റസൂൽമാരിലും ശ്രേഷ്ഠനുമായിരുന്നു എന്നതിന് വ്യക്തമായ തെളിവാണ്. പ്രകൃതി നിയമം ഒരു സത്യസന്ധനായ മാർഗദർശിയെ ആവശ്യപ്പെട്ടിരുന്ന ആ വഴികേട് സർവ്വസാധാരണമായ കാലത്ത് അദ്ദേഹത്തിൻ്റെ സത്യസന്ധത ഇതിനാൽ തെളിയിക്കപ്പെട്ടിരിക്കുന്നു. അള്ളാഹുവിൻ്റെ ചര്യ ഒരു സത്യസന്ധനായ നേതാവിനെ ആവശ്യപ്പെടുകയായിരുന്നു. ജനങ്ങൾ വഷളാകുമ്പോൾ അള്ളാഹു തൻ്റെ ദൂതന്മാരെ അയക്കുന്നു എന്നത് അള്ളാഹുവിൻ്റെ ചര്യ തന്നെയാണ്. കാരണം ലോകത്തെ ഏതെങ്കിലും തരത്തിലുള്ള കഠിനതകളും പ്രയാസങ്ങളും അതിൻ്റെ അങ്ങേയറ്റത്തെ ഭവിഷ്യത്തുകളിൽ എത്തിച്ചേരുമ്പോൾ അത് നീക്കം ചെയ്യുന്നതിനായി അള്ളാഹുവിൻ്റെ കാരുണ്യം ശ്രദ്ധ തിരിക്കുമെന്നത് റബ്ബുൽ ആലമീൻ്റെ സനാതനമായ നിയമമാണ്. മഴ ലഭിക്കാത്തതിനാൽ അതിശക്തമായ ക്ഷാമമുണ്ടാവുകയും മഴ പെയ്യാതിരിക്കുകയും വറുതിയും വരൾച്ചയും അനുഭവപ്പെടുകയും ചെയ്യുമ്പോൾ, സൃഷ്ടികളുടെ കഥ കഴിയാൻ തുടങ്ങുകയും ആളുകൾ മരിക്കാൻ തുടങ്ങുകയും ചെയ്യുമ്പോൾ ഒടുവിൽ കാരുണ്യവാനായ ദൈവം മഴ വർഷിപ്പിക്കുന്നു. മഹാമാരികൾ കാരണം ലക്ഷക്കണക്കിന് ആളുകൾ മരിക്കാൻ തുടങ്ങുമ്പോൾ വായു ശുദ്ധമാകുന്നതിനുള്ള എന്തെങ്കിലും മാർഗം തെളിയുകയോ അല്ലെങ്കിൽ ഏതെങ്കിലും മരുന്ന് ഉത്ഭവിക്കുകയോ ചെയ്യുന്നു. ഏതെങ്കിലും ഒരു ജനത ഒരു വഞ്ചകൻ്റെ കൈപ്പിടിയിൽ അകപ്പെടുമ്പോൾ ഒടുവിൽ നീതിമാനും ആവലാതി കേൾക്കുന്നവനുമായ ഒരാൾ ജന്മമെടുക്കുന്നു. അപ്രകാരം തന്നെ ജനങ്ങൾ അള്ളാഹുവിൻ്റെ മാർഗം മറന്നുപോവുകയും തൗഹീദും സൽപന്ഥാവും ഉപേക്ഷിക്കുകയും ചെയ്യുമ്പോൾ കടന്നുകൂടിയ അപാകതകൾ പരിഹരിക്കുന്നതിനായി അള്ളാഹു തൻ്റെ പക്കൽ നിന്നും ഒരു ദാസന് പൂർണ്ണമായ ഉൾക്കാഴ്ച നൽകി തൻ്റെ കലാം കൊണ്ടും ഇൽഹാം കൊണ്ടും ആദരിച്ച് മനുഷ്യവംശത്തിൻ്റെ മാർഗനിർദ്ദേശത്തിനായി അയക്കുന്നു. ഇതിലെ യഥാർത്ഥ വസ്തുത ഇതാണ്: ലോകത്തെ നിലനിർത്തുന്ന ഖയ്യൂമായ പരിപാലകൻ ആരുടെ പിന്തുണയാലും ആശ്രയത്താലുമാണോ ലോകത്തിൻ്റെ നിലനിൽപ്പും അസ്തിത്വവും ദൃഢമായിരിക്കുന്നത്,
അവൻ തൻ്റെ അനുഗ്രഹങ്ങൾ വർഷിക്കുന്ന ഗുണവിശേഷത്തെ സൃഷ്ടികളിൽ നിന്ന് തടഞ്ഞുവെക്കുകയോ പ്രയോജനമില്ലാത്ത വിധം ഉപേക്ഷിക്കുകയോ ചെയ്യുന്നില്ല. മറിച്ച് അവൻ്റെ ഓരോ ഗുണവിശേഷവും അതതിൻ്റെ സന്ദർഭത്തിൽ ഉടനടി വെളിപ്പെടുന്നു. അതുകൊണ്ട് ബുദ്ധിപരമായ തീരുമാനപ്രകാരം ഏതൊരു വിപത്തിൻ്റെയും ആധിക്യം തകർക്കുന്നതിനായി അതിന് വിപരീതമായ അള്ളാഹുവിൻ്റെ ഗുണവിശേഷം വെളിപ്പെടുമെന്ന കാര്യം സുനിശ്ചിതമാണ്. ചരിത്രത്തിലൂടെയും ശത്രുക്കളുടെ തന്നെ സമ്മതത്തിലൂടെയും പ്രത്യേകിച്ച് ഫുർഖാൻ മജീദിൻ്റെ വ്യക്തമായ പ്രസ്താവനയിലൂടെയും നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആഗമന സമയത്ത് ഒരു വിപത്ത് പ്രബലമായിരുന്നു എന്ന് തെളിയിക്കപ്പെട്ടിട്ടുണ്ട്. അതായത് ലോകത്തിലെ എല്ലാ ജനതകളും തൗഹീദിൻ്റെയും ഇഖ്ലാസിൻ്റെയും സൽപന്ഥാവിൻ്റെയും നേരായ മാർഗം ഉപേക്ഷിച്ചിരുന്നു. കൂടാതെ നിലവിലുള്ള ആ നാശത്തെ പരിഷ്കരിച്ചവരും ലോകത്തെ മുഴുവൻ ഷിർക്കിൻ്റെയും സൃഷ്ടിപൂജയുടെയും അന്ധകാരങ്ങളിൽ നിന്ന് പുറത്തു കൊണ്ടുവന്ന് തൗഹീദിൽ ഉറപ്പിച്ചു നിർത്തിയവരും നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം മാത്രമാണെന്നും മറ്റാരുമല്ലെന്നും എല്ലാവർക്കും അറിവുള്ളതാണ്. ഈ വസ്തുതകളിൽ നിന്നെല്ലാം നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിൻ്റെ പക്കൽ നിന്നുള്ള സത്യവാനായ മാർഗദർശിയാണെന്ന നിഗമനത്തിലാണ് എത്തിച്ചേരുന്നത്. അതുകൊണ്ട് ലോകത്ത് യഥാർത്ഥ രീതിയിൽ തൗഹീദ് സ്ഥാപിച്ചത് നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ആകുന്നു. കഴിഞ്ഞ ഖുതുബകളിൽ ഞാൻ ഇതിനെക്കുറിച്ചുള്ള നിരവധി സംഭവങ്ങളും ഉദ്ധരണികളും വിവരിച്ചിട്ടുണ്ട്. എപ്രകാരമാണ് അള്ളാഹുവിൻ്റെ ഏകത്വം സ്ഥാപിക്കുന്നതിനായി നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രയത്നിച്ചത് എന്ന്. ഈ കാലഘട്ടത്തിൽ അള്ളാഹുവിൻ്റെ വാഗ്ദാനപ്രകാരം തൗഹീദ് പുനഃസ്ഥാപിക്കുന്നതിനായി അവിടുത്തെ സത്യസന്ധനായ അനുരാഗിയെ അള്ളാഹു നിയോഗിച്ചിരിക്കുന്നത് നാം കാണുന്നു. കാരണം വാഗ്ദത്ത മസീഹും മഹദിയുമായ മിർസാ ഗുലാം അഹമ്മദ് ഖാദിയാനി അലൈഹിസ്സലാം നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അധ്യാപനങ്ങളുടെയും ചര്യകളുടെയും പ്രായോഗിക മാതൃകയായിരുന്നു. തൻ്റെ യജമാനനെ പിന്തുടർന്ന് അള്ളാഹുവിൻ്റെ ഏകത്വം പ്രചരിപ്പിക്കണമെന്ന അതിയായ ആഗ്രഹം ആ ഹൃദയത്തിൽ നിറഞ്ഞു നിന്നിരുന്നു. അദ്ദേഹത്തിൻ്റെ രചനകളിലും പ്രായോഗിക ജീവിതത്തിലും ഇതിന് ധാരാളം ഉദാഹരണങ്ങൾ നമുക്ക് കാണാം. അവയിൽ ചിലത് ഞാൻ വിവരിക്കാം. ഹസ്രത്ത് മസീമോദ് അലൈഹി സ്വലാത്തു വസ്സലാം പ്രസ്താവിക്കുന്നു, അള്ളാഹുവിനെ എന്നോടുള്ള പെരുമാറ്റവും അതിശയിപ്പിക്കുന്നതാണ്. നീ എന്നിൽ നിന്ന് എൻ്റെ തൗഹീദിൻ്റെയും തഫ്രീദിൻ്റെയും സ്ഥാനത്താകുന്നു എന്ന നമുക്ക് ലഭിച്ച ഇൽഹാം തികച്ചും പുതിയൊരു ശൈലിയിലുള്ളതാണ്. ഇതിനു മുമ്പ് ഒരു ഇൽഹാമിലും ഇത്തരമൊരു വാചകം നാം കണ്ടിട്ടില്ല. ഇതിൻ്റെ അർത്ഥമായി ഞങ്ങൾക്ക് തോന്നുന്നത് ഇതാണ്: ലോകത്ത് അള്ളാഹുവിൻ്റെ ഏകത്വം അങ്ങേയറ്റം അവഹേളിക്കപ്പെടുകയും അത് തികഞ്ഞ അവജ്ഞയോടെ വീക്ഷിക്കപ്പെടുകയും ചെയ്യുന്ന ഒരു കാലഘട്ടത്തിൽ നിയോഗിക്കപ്പെടുന്ന വ്യക്തി തൗഹീദിന് തുല്യനാണ് എന്നാണ്. അത്തരം സന്ദർഭത്തിൽ വരുന്നയാൾ തൗഹീദിൻ്റെ മൂർത്തരൂപമായിരിക്കും. ഒരു സദസ്സിൽ വെച്ച് അദ്ദേഹം ഇക്കാര്യം വിശദീകരിച്ചപ്പോൾ ഒരു പത്രം ഇപ്രകാരം റിപ്പോർട്ട് ചെയ്തു. എന്നാൽ അൽ ബദർ പത്രം കുറച്ചുകൂടി വിശദമായി ഇപ്രകാരം എഴുതി. അദ്ദേഹം ഇപ്രകാരം പ്രസ്താവിക്കുന്നു: അള്ളാഹുവിനാൽ നിയോഗിക്കപ്പെട്ട ആ വ്യക്തിക്ക് തൗഹീദിനോടുള്ള ദാഹം എത്രത്തോളം ഉണ്ടാകുമെന്നാൽ അദ്ദേഹം തൻ്റെ എല്ലാ താൽപ്പര്യങ്ങളും ലക്ഷ്യങ്ങളും ഒരു വശത്തേക്ക് മാറ്റിവെച്ച് തൗഹീദ് സ്ഥാപിക്കുന്നതിൽ സ്വയം തൗഹീദിൻ്റെ ഒരു മൂർത്ത രൂപമായിത്തീരുന്നു. അദ്ദേഹത്തിൻ്റെ നിപ്പിലും നടപ്പിലും അനക്കമടക്കങ്ങളിലും ഓരോ വാക്കിലും പ്രവൃത്തിയിലും തൗഹീദിനോടുള്ള അനുരാഗം ജ്വലിച്ചു നിൽക്കുന്നു. അദ്ദേഹം പ്രസ്താവിച്ചു, ഓരോ മനുഷ്യനും തൻ്റേതായ ലക്ഷ്യങ്ങളും ഉദ്ദേശങ്ങളും നിശ്ചയിക്കാറുണ്ട്. എന്നാൽ അള്ളാഹുവിൻ്റെ സ്നേഹത്തിൽ മുഴുകിയ ആ വ്യക്തിയുടെ ലക്ഷ്യവും ആഗ്രഹവും അള്ളാഹുവിൻ്റെ തൗഹീദ് മാത്രമായിരിക്കും. അദ്ദേഹം അള്ളാഹുവിൻ്റെ തൗഹീദിനെ തൻ്റെ സ്വാഭാവിക വികാരങ്ങൾക്കും ലക്ഷ്യങ്ങൾക്കും ഉപരിയായി പ്രതിഷ്ഠിക്കുന്നു. തൻ്റെ എല്ലാ ആവശ്യങ്ങളെയും അദ്ദേഹം പിന്നിലേക്ക് മാറ്റുന്നു. അതുപോലെ ഓരോ വ്യക്തിക്കും തങ്ങളുടെ ലക്ഷ്യങ്ങളാകുന്ന ഓരോ വിഗ്രഹങ്ങളുണ്ടാകും. അതിലേക്ക് എത്തിച്ചേരാൻ അവർ ആഗ്രഹിക്കുന്നു. എന്നാൽ അതിലേക്ക് എത്തിക്കുകയോ അല്ലെങ്കിൽ അതിനു മുമ്പ് തന്നെ ആയുസ് അവസാനിക്കുകയോ ചെയ്യുക എന്നത് അള്ളാഹുവിൻ്റെ മാത്രം അധികാരത്തിലുള്ള കാര്യമാണ്. ലക്ഷ്യം കൈവരിക്കാൻ ആളുകൾക്ക് വലിയ ആഗ്രഹങ്ങളുണ്ടാകും. കച്ചവടക്കാർക്കും വ്യാപാരികൾക്കും ലൗകിക ലക്ഷ്യങ്ങൾ നേടാൻ ആഗ്രഹിക്കുന്നവർക്കും അവർ ഓരോ ടാർഗറ്റ് നിശ്ചയിച്ചിട്ടുണ്ടാകും. എന്നാൽ ഒന്നുകിൽ അള്ളാഹു അവരെ അതിലേക്ക് എത്തിക്കുന്നു, അല്ലെങ്കിൽ അതിനു മുമ്പ് തന്നെ അവരുടെ അന്ത്യം സംഭവിക്കുന്നു. അത്തരം മനുഷ്യർ തങ്ങളുടെ സമ്പത്തിനോ അന്തസ്സിനോ മാനത്തിനോ മക്കൾക്കോ മറ്റാവശ്യങ്ങൾക്കോ വേണ്ടി പിടയുകയും വിവശരാവുകയും ചെയ്യുന്നു. പലപ്പോഴും ആളുകൾ ഇത്തരത്തിലുള്ള പ്രതിസന്ധികളിൽ അകപ്പെട്ട് ആത്മഹത്യ പോലും ചെയ്യാറുണ്ട്. എന്നാൽ അള്ളാഹുവിൻ്റെ പക്കൽ നിന്ന് നിയോഗിക്കപ്പെട്ടു വരുന്ന വ്യക്തിയുടെ ഈ ആവേശം അള്ളാഹുവിൻ്റെ തൗഹീദിന് വേണ്ടിയുള്ളതായിരിക്കും. അദ്ദേഹം തൻ്റെ വ്യക്തിപരമായ ആഗ്രഹങ്ങൾക്ക് പകരം അള്ളാഹുവിൻ്റെ തൗഹീദിനായി അസ്വസ്ഥനാവുകയും വിവശനാവുകയും ചെയ്യുന്നു. അദ്ദേഹം പ്രസ്താവിക്കുന്നു,
ഞാൻ മനസ്സിലാക്കുന്നത് ഇത്തരമൊരു സമയത്താണ് അള്ളാഹുവിൻ്റെ പക്കൽ നിന്ന് അൻതമിന്നീ ബി മൻസലത്തി തൗഹീദി വത്തഫിരിദി എന്ന വചനങ്ങൾ ഉണ്ടാകുന്നത് എന്നാണ്. കാരണം അള്ളാഹുവിന് തൻ്റെ തൗഹീദ് അത്യധികം പ്രിയപ്പെട്ടതാണ്. അള്ളാഹുവിന് തൻ്റെ തൗഹീദ് അത്യധികം പ്രിയങ്കരമാണ്. ഈ തൗഹീദിന് വേണ്ടിയാണ് അള്ളാഹു ചിലപ്പോൾ മഹാമാരികളിലൂടെയും ചിലപ്പോൾ ക്ഷാമത്തിലൂടെയും ചിലപ്പോൾ തൻ്റെ പ്രിയപ്പെട്ട അമ്പിയാക്കളുടെ കയ്യിലെ വാളിലൂടെയും അതിൻ്റെ സ്ഥാപനത്തിനായി ആയിരക്കണക്കിന് മുശ്രിക്ക് ജന്മങ്ങളെ നശിപ്പിച്ചത്. മക്കയിലെയും മദീന മുനവ്വറയിലെയും സാഹചര്യങ്ങൾ സങ്കീർണമായതും ഇതിനുവേണ്ടി മാത്രമായിരുന്നു. ഹസ്രത്ത് മൂസാ അലൈഹിസ്സലാമിൻ്റെ ഇടപാടും ഈ തൗഹീദിനു വേണ്ടി മാത്രമായിരുന്നു. ഹസ്രത്ത് മസീഹ് അലൈഹിസ്സലാത്തു വസ്സലാം ഷിർക്കിനെക്കുറിച്ചും അതിൻ്റെ സൂക്ഷ്മമായ വശങ്ങളെക്കുറിച്ചും പരാമർശിച്ചുകൊണ്ട് പ്രസ്താവിക്കുന്നു, എല്ലാത്തരം ഷിർക്കുകളിൽ നിന്നും വിട്ടുനിൽക്കേണ്ടതുണ്ട്. സൂര്യനെയോ ചന്ദ്രനെയോ ആകാശത്തിലെ നക്ഷത്രങ്ങളെയോ കാറ്റിനെയോ തീയെയോ വെള്ളത്തെയോ ഭൂമിയിലെ മറ്റേതെങ്കിലും വസ്തുക്കളെയോ ആരാധിക്കരുത്. ലൗകിക മാർഗങ്ങൾക്ക് അവ അള്ളാഹുവിൻ്റെ പങ്കുകാരാണെന്ന വിധത്തിൽ അമിതമായ ആദരവ് നൽകുകയോ അവയിൽ ഭരമേൽപ്പിക്കുകയോ ചെയ്യരുത്. സ്വന്തം കഴിവിനെയും പരിശ്രമത്തെയും ഒരു വലിയ കാര്യമായി കരുതരുത്. ഇതും ഷിർക്കിൻ്റെ ഇനങ്ങളിൽപ്പെട്ട ഒന്നാണ്. മറിച്ച് എല്ലാം ചെയ്തു കഴിഞ്ഞാലും ഞങ്ങളൊന്നും ചെയ്തിട്ടില്ല എന്ന് കരുതണം. സ്വന്തം അറിവിൽ അഹങ്കരിക്കുകയോ സ്വന്തം പ്രവൃത്തിയിൽ അഭിമാനിക്കുകയോ ചെയ്യരുത്. പകരം സ്വന്തം യാഥാർത്ഥ്യത്തിൽ അറിവില്ലാത്തവനായും മടിയനായും കണക്കാക്കി അള്ളാഹുവിൻ്റെ സന്നിധിയിൽ എപ്പോഴും വിനീതനായിരിക്കണം. എല്ലാം ചെയ്തു കഴിഞ്ഞാലും അള്ളാഹുവിൻ്റെ മുമ്പിൽ കുനിയുക. അള്ളാഹുവേ, നിന്റെ അനുഗ്രഹം കൊണ്ട് മാത്രമേ എല്ലാം സംഭവിക്കൂ എന്നും എല്ലാ ഫലങ്ങളും ഉണ്ടാകൂ എന്നും കരുതുക. മനുഷ്യൻ്റെ അറിവ് ഏതെങ്കിലും ഒരു ഗുരുവിൻ്റെ സഹായം ആവശ്യപ്പെടുന്നതാണ്. കൂടാതെ അത് പരിമിതവുമാണ്. ആരെയെങ്കിലും പഠിപ്പിക്കാൻ ആവശ്യമാണ് മനുഷ്യൻ്റെ അറിവിന്. എങ്കിലും അത് ലിമിറ്റഡാണ്, പരിമിതമാണ്. എന്നാൽ അവൻ്റെ അറിവ്, അതായത് അള്ളാഹുവിൻ്റെ അറിവ്, ഒരു ഗുരുവിൻ്റെയും സഹായം ആവശ്യമില്ലാത്തതാണ്. അതിൽ യാതൊരു പരിധിയുമില്ല. മനുഷ്യൻ്റെ കേൾവിശക്തി വായുവിനെ ആശ്രയിച്ചിട്ടുള്ളതാണ്. അത് പരിമിതവുമാണ്. മനുഷ്യൻ്റെ കേൾക്കാനുള്ള ശക്തിക്ക് വായു ആവശ്യമാണ്. എങ്കിലും പരിമിതമായ അളവിൽ മാത്രമേ കേൾക്കാൻ സാധിക്കൂ. എന്നാൽ അള്ളാഹുവിൻ്റെ കേൾവിശക്തി അവൻ്റെ സ്വയസിദ്ധമായ കരുത്താലുള്ളതാണ്. അത് പരിമിതമല്ല. മനുഷ്യൻ്റെ കാഴ്ചശക്തി സൂര്യനെയോ മറ്റേതെങ്കിലും പ്രകാശത്തെയോ ആശ്രയിച്ചിട്ടുള്ളതാണ്. അതും പരിമിതമാണ്. എന്നാൽ അള്ളാഹുവിൻ്റെ കാഴ്ചശക്തി അവൻ്റെ സ്വയസിദ്ധമായ പ്രകാശത്താലുള്ളതാണ്. അത് അപരിമിതവുമാണ്. അപ്രകാരം തന്നെ മനുഷ്യൻ്റെ സൃഷ്ടിക്കാനുള്ള കഴിവ് ഏതെങ്കിലും പദാർത്ഥത്തെ ആശ്രയിച്ചിട്ടുള്ളതാണ്. കൂടാതെ സമയവും ആവശ്യമാണ്. അതും പരിമിതമാണ്. എന്നാൽ അള്ളാഹുവിൻ്റെ സൃഷ്ടിക്കാനുള്ള കഴിവ് ഒരു പദാർത്ഥത്തെയോ സമയത്തെയോ ആശ്രയിച്ചിട്ടുള്ളതല്ല. അത് അപരിമിതവുമാണ്. കാരണം അവൻ്റെ എല്ലാ ഗുണവിശേഷങ്ങളും തുല്യതയില്ലാത്തതാണ്. അവന് തുല്യനായി ആരുമില്ലാത്തതുപോലെ അവൻ്റെ ഗുണവിശേഷങ്ങൾക്കും തുല്യതയില്ല. ഒരു സിഫത്ത് അഥവാ ഗുണവിശേഷത്തിൽ അവൻ അപൂർണനാണെങ്കിൽ എല്ലാ ഗുണവിശേഷങ്ങളിലും അവൻ അപൂർണനായിരിക്കും. അതിനാൽ തൻ്റെ സത്തയെപ്പോലെ തന്നെ തൻ്റെ എല്ലാ ഗുണവിശേഷങ്ങളിലും അവൻ തുല്യതയില്ലാത്തവനാകാത്തിടത്തോളം അവൻ്റെ തൗഹീദ് സ്ഥാപിക്കപ്പെടുകയില്ല. ഇതാണ് ഖുർആൻ പഠിപ്പിച്ചു തന്ന തൗഹീദ്. ഇതാണ് ഈമാനിൻ്റെ ആധാരം. ഇന്നത്തെ കാലത്തെ സ്വാധീനം കാരണം ചിലപ്പോൾ കുട്ടികളും ഇത്തരം ചോദ്യങ്ങൾ ഉന്നയിക്കാറുണ്ട്. അള്ളാഹുവിനെ ആരാണ് പടച്ചത്? അള്ളാഹു എവിടെ നിന്ന് വന്നു എന്നിങ്ങനെ അവർ ചോദിക്കാറുണ്ട്. മുതിർന്നവർ പറഞ്ഞു കൊടുക്കുന്നതോ അല്ലെങ്കിൽ സ്വന്തം നിലയിൽ അവരുടെ ചിന്തയിൽ വരുന്നതോ ആകാം ഈ ചോദ്യങ്ങൾ. എന്നാൽ അള്ളാഹുവിൻ്റെ ഗുണവിശേഷങ്ങൾ അപ്രകാരമാണ്. അവൻ എന്നെന്നും ഉള്ളവനാണ്, എന്നും നിലനിൽക്കുന്നവനുമാണ്. അവൻ അനാദ്യനും അനന്തനുമാണ്. അതുകൊണ്ട് തന്നെ അവനെല്ലാവരെയും പടച്ചവനാണ്. അവനെ ആരും പടച്ചിട്ടില്ല. സ്വയം നിലനിൽക്കുന്ന ഒന്നാമത്തെയും അവസാനത്തെയും ശക്തി എന്ന സങ്കല്പം അള്ളാഹു മാത്രമാണ്. ഹസ്രത്ത് മസീഹ് അലൈഹിസ്സലാത്തു വസ്സലാം അരുളിയിരിക്കുന്നു, ഓർക്കുക, അള്ളാഹു നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്നതും നമ്മുടെ മോക്ഷം ഏതിലാണോ അടങ്ങിയിരിക്കുന്നത് അതും ആയ യഥാർത്ഥ തൗഹീദ് എന്നത് ഇതാണ്. അള്ളാഹുവിൻ്റെ സത്തയിൽ വിഗ്രഹങ്ങളോ മനുഷ്യനോ സൂര്യനോ ചന്ദ്രനോ സ്വന്തം ഇച്ഛകളാവട്ടെ തൻ്റെ തന്ത്രങ്ങളോ വഞ്ചനകളോ ആകട്ടെ, ഇതിനെയൊന്നും അള്ളാഹുവിന് പങ്കാളിയാക്കാതെ അവനെ പരിശുദ്ധനായി കാണുക. അള്ളാഹുവിനെതിരായി മറ്റൊരു സർവശക്തിനെയോ മറ്റൊരു ഉപജീവനം നൽകുന്നവനെയോ മറ്റൊരു അഭിമാനമോ അപമാനമോ നൽകുന്നവനെയോ കരുതരുത്. മറ്റാരെയും സഹായിയോ തുണയോ ആയി കാണരുത്. രണ്ടാമതായി തൻ്റെ സ്നേഹവും ആരാധനയും വിനയവും പ്രതീക്ഷകളും ഭയവും അള്ളാഹുവിൽ മാത്രം പരിമിതപ്പെടുത്തുക. ഈ 3 കാര്യങ്ങളില്ലാതെ തൗഹീദ് പൂർണ്ണമാവുകയില്ല. സത്തയിലുള്ള തൗഹീദ്
ഒന്ന് സത്തയിലുള്ള തൗഹീദ്, അതായത് അള്ളാഹുവിൻ്റെ അസ്തിത്വത്തിന് മുന്നിൽ ബാക്കിയുള്ള എല്ലാത്തിനെയും ഇല്ലാത്തതായി കരുതുക, എല്ലാം നശിച്ചു പോകുന്നവയാണെന്നും പൂർണ്ണതയില്ലാത്തവയാണെന്നും വിശ്വസിക്കുക. 2 ഗുണവിശേഷങ്ങളിലുള്ള തൗഹീദ്, രക്ഷിതാവ് എന്ന പദവിയും ആരാധനക്കർഹൻ എന്ന പദവിയും അള്ളാഹുവിനല്ലാതെ മറ്റാർക്കും നൽകരുത്. പുറമെ നോക്കുമ്പോൾ ഉപകാരം നൽകുന്നവരായി കാണപ്പെടുന്ന വസ്തുക്കൾ യഥാർത്ഥത്തിൽ അള്ളാഹു നിശ്ചയിച്ചിട്ടുള്ള ഒരു സംവിധാനം മാത്രമാണെന്ന് ഉറച്ചു വിശ്വസിക്കുക. അത് അമേരിക്കയോ ഇസ്രായേലോ ലോകത്തെ മറ്റേതെങ്കിലും വൻ ശക്തികളോ അല്ല, മറിച്ച് അള്ളാഹുവിൻ്റെ ശക്തി മാത്രമാണ്. മുസ്ലിങ്ങൾ ഈ യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞാൽ നിശ്ചയമായും അവർക്ക് വിജയിക്കാം. 3 സ്നേഹത്തിലും ആത്മാർത്ഥതയിലുമുള്ള തൗഹീദ്, അതായത് സ്നേഹം പോലെയുള്ള ആരാധനയുടെ അടയാളങ്ങളിൽ മറ്റാരെയും അള്ളാഹുവിന് പങ്കുകാരനാക്കാതെ അവനിൽ ലയിച്ചു ചേരുക. അള്ളാഹുവിനോട് എപ്രകാരമാണോ സ്നേഹം വേണ്ടത് അപ്രകാരം മറ്റാരോടും ഉണ്ടാകാൻ പാടില്ല. പിന്നീട് ആ മഹാത്മാവ് പ്രസ്താവിക്കുന്നു, ഇപ്പോൾ ഈ കാലഘട്ടത്തിൽ ഭൂമി വഷളായതായും കോടിക്കണക്കിന് സൃഷ്ടികൾ ഷിർക്കിൻ്റെ മാർഗം സ്വീകരിച്ചതായും മറിയമിൻ്റെ മകനായ ഒരു നിസ്സഹായ മനുഷ്യനെ ദൈവമാക്കുന്ന 40 കോടിയിലധികം ആളുകൾ ലോകത്ത് ജനിച്ചതായും അള്ളാഹു കണ്ടപ്പോൾ ഈ കാലഘട്ടത്തിൽ ക്രിസ്ത്യാനികളുടെ എണ്ണം 40 കോടിയായിരുന്നു. അതോടൊപ്പം മദ്യപാനവും അരാജകത്വവും ദുനിയാവിനോടുള്ള ആർത്തിയും അശ്രദ്ധമായ ജീവിതവും അതിൻ്റെ ഉച്ചസ്ഥായിലെത്തിയപ്പോൾ ഈ തിന്മകളെ പരിഷ്കരിക്കുന്നതിനായി അള്ളാഹു എന്നെ ഈ ദൗത്യത്തിനായി നിയോഗിച്ചു. അതിനാൽ ഇതുവരെ എൻ്റെ കൈകളാൽ 100,000-ഓളം മനുഷ്യർ തിന്മയിൽ നിന്നും തെറ്റായ വിശ്വാസങ്ങളിൽ നിന്നും ദുഷ്പ്രവൃത്തികളിൽ നിന്നും തോബ ചെയ്തു കഴിഞ്ഞു. നബിതങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് പ്രസ്താവിക്കുന്ന സമയത്തെ കാര്യമാണിത്. ഇപ്പോൾ അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താൽ കോടിക്കണക്കിന് ആളുകൾ അദ്ദേഹത്തിൻ്റെ ജമാഅത്തിൽ ഉൾപ്പെട്ടു കഴിഞ്ഞു. അടയാളങ്ങളെക്കുറിച്ചും അദ്ദേഹം പരാമർശിച്ചു. 150-ലധികം അടയാളങ്ങൾ വെളിപ്പെട്ടു കഴിഞ്ഞു. ഈ രാജ്യത്തെ ലക്ഷക്കണക്കിന് മനുഷ്യർ അതിന് സാക്ഷികളാണ്. ഭൂമിയിൽ വീണ്ടും തൗഹീദ് സ്ഥാപിക്കുന്നതിനും മനുഷ്യനെയോ കല്ലിനെയോ ആരാധിക്കുന്നതിൽ നിന്ന് ജനങ്ങളെ മോചിപ്പിച്ച് ഏകനും അദ്വിതീയനുമായ അള്ളാഹുവിലേക്ക് അവരെ മടക്കിക്കൊണ്ടുവരുന്നതിനും ആന്തരികമായ പരിശുദ്ധിക്കും നീതിനിഷ്ഠയ്ക്കും വേണ്ടി അവരുടെ ശ്രദ്ധ തിരിക്കുന്നതിനുമായാണ് ഞാൻ അയക്കപ്പെട്ടിരിക്കുന്നത്. തീർച്ചയായും ജനങ്ങളിൽ ഒരു ഉണർവുണ്ടായതായി ഞാൻ കാണുന്നു. ആയിരക്കണക്കിന് ആളുകൾ എൻ്റെ കൈകളിൽ തോബ ചെയ്തുകൊണ്ടിരിക്കുന്നു. ആകാശത്തു നിന്നുള്ള കാറ്റും ഇപ്പോൾ തൗഹീദ് അനുകൂലമായ രീതിയിലാണ് വീശിക്കൊണ്ടിരിക്കുന്നത്. മനുഷ്യ ആരാധനയെ ലോകത്തു നിന്ന് ഇല്ലാതാക്കാനാണ് അള്ളാഹു ഇപ്പോൾ ഉദ്ദേശിക്കുന്നതെന്ന് വ്യക്തമായി മനസ്സിലാക്കാൻ സാധിക്കും. ഈ ഉദ്ദേശം പൂർത്തീകരിക്കുന്നതിനായി 100 കണക്കിന് കാരണങ്ങൾ സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ട്. അള്ളാഹു അവ നമുക്കും നൽകിയിട്ടുണ്ട്. അതിലൂടെ നമ്മൾ തബ്ലീഗ് നിർവഹിക്കുന്നു. തൗഹീദ് പ്രചരിപ്പിക്കുന്നതിനായി പരിശ്രമിക്കുക എന്നത് ഓരോ അഹ്മദിയുടെയും കടമയാണ്. നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രസ്താവിക്കുന്നു, വിഗ്രഹാരാധനയുടെ നിർവചനം എന്താണെന്നും ഏതൊരു കാര്യമാണ് ജനങ്ങളെ വിഗ്രഹാരാധകനാക്കുന്നത് എന്നും നമ്മോട് ചോദിക്കപ്പെടുന്നിടത്തോളം ഈ കാര്യങ്ങൾ നാം വിശദീകരിക്കേണ്ടത് അനിവാര്യമാണ്. അറിയുക, ആരാധന എന്നത് വിശ്വാസങ്ങളുടെ ഫലമാണ്. സത്യവിശ്വാസികളുടെ വിശ്വാസം എന്നത് ദൈവമേകനാണ് എന്നതാണ്. അള്ളാഹു ജല്ലഷാന അള്ളാഹുവിൻ്റെ ഗുണവിശേഷങ്ങളെന്നു നിലനിൽക്കുന്നവയാണ്. അതായത് അവൻ്റെ ഗുണങ്ങളിൽ മാറ്റമോ പരിണാമമോ ഇല്ല. യാതൊരു മാറ്റവും ഉണ്ടാകാൻ കഴിയില്ല. യാതൊരു പരിണാമവും സാധ്യമല്ല. അവന് തുടക്കവുമില്ല ഒടുക്കവുമില്ല. സത്യവും യഥാർത്ഥവുമായ ദൈവം അനശ്വരനും അനാദിയുമാണ്. അവൻ സൃഷ്ടിക്കപ്പെട്ടവനല്ല, അതായത് ഒരു രീതിയിലും ജനിച്ചവനല്ല. മുമ്പ് ഞാൻ പറഞ്ഞതുപോലെ ചിലരുടെ ചോദ്യങ്ങൾക്കുള്ള മറുപടി ഇതിലുണ്ട്. സത്യവും യഥാർത്ഥവുമായ ദൈവം അനശ്വരനും അനാദിയുമാണ്. അവൻ ഒരു സൃഷ്ടിയല്ല, ജനിച്ചവനല്ല, അവൻ ജാതനല്ല. നമ്മുടെ ഹൃദയം വെറുക്കുന്ന അത്തരം ഗുണങ്ങളിൽ നിന്നെല്ലാം അവൻ ഉന്നതനാണ്. അവൻ്റെ ഗുണവിശേഷങ്ങൾ നമ്മുടെ ഹൃദയം അംഗീകരിക്കുന്നതാണ്. നമ്മുടെ ഹൃദയം അവൻ്റെ ഗുണങ്ങളുമായി ഇണങ്ങിച്ചേർന്നതാണ്. അവൻ അനാദികാലം മുതൽ ഏകനാണ്. അവൻ്റെ ഏകത്വത്തെ നിഷേധിക്കുന്ന ഏത് ഹൃദയമാണുള്ളത്? അനന്തകാലത്തോളം അവൻ ഏകനാണ്. അവൻ്റെ ത്രിത്വം അംഗീകരിക്കുന്ന ഏത് ഹൃദയമാണുള്ളത്? 3 ദൈവങ്ങളുണ്ടെന്നുള്ളത് ക്രൈസ്തവരുടെ അധ്യാപനമാണ്. തൽസ്വഭാവമുള്ള ഒരാൾക്കും ത്രിത്വം ഉണ്ടെന്ന് അംഗീകരിക്കാൻ കഴിയില്ല. നിബിതങ്ങൾ പ്രസ്താവിക്കുന്നു, ത്രിത്വത്തിൻ്റെ ദോഷങ്ങളെ പരിഷ്കരിക്കാനാണ് ഞാൻ അയക്കപ്പെട്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ക്രൈസ്തവതയിൽ ഉണ്ടായിട്ടുള്ള തിന്മകളെ പരിഷ്കരിക്കാനാണ് ഞാൻ അയക്കപ്പെട്ടിരിക്കുന്നത്. ഹസ്രത്ത് ഈസാ അലൈഹിസ്സലാമിനെ ദൈവമായി കരുതുന്ന 40 കോടിയിലധികം ആളുകൾ ലോകത്തുണ്ടെന്ന ഈ വേദനാജനകമായ കാഴ്ച എൻ്റെ ഹൃദയത്തിൽ എത്രമാത്രം ആഘാതമുണ്ടാക്കുന്നുവെന്നാൽ
എൻ്റെ ജീവിതത്തിൽ ഇതിലും വലിയൊരു ദുഃഖം കടന്നു പോയിട്ടുണ്ടാകുമെന്ന് എനിക്ക് കരുതാൻ വഴിയില്ല. മറിച്ച് ഉത്കണ്ഠയും ദുഃഖവും കൊണ്ട് മരിക്കാൻ സാധിക്കുമായിരുന്നെങ്കിൽ എന്തുകൊണ്ട് ഈ ആളുകൾ ഏകനും അദ്വിതീയനുമായ ദൈവത്തെ ഉപേക്ഷിച്ച് ഒരു നിസ്സഹായ മനുഷ്യനെ ആരാധിക്കുന്നു എന്നതും, എന്തുകൊണ്ട് ഈ ആളുകൾ സത്യമാർഗവും നേർവഴിയുമായി ലോകത്ത് വന്ന പ്രവാചകനിൽ, അതായത് നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമിൽ വിശ്വസിക്കുന്നില്ല എന്നുമുള്ള ഈ ദുഃഖം എന്നെ നശിപ്പിക്കുമായിരുന്നു. ഈ ദുഃഖത്തിൻ്റെ ആഘാതത്താൽ ഞാൻ നശിച്ചു പോകുമോ എന്ന് ഓരോ നിമിഷവും ഞാൻ ഭയപ്പെട്ടിരുന്നു. അദ്ദേഹം പ്രസ്താവിക്കുന്നു, ഒരു നിസ്സഹായ മനുഷ്യനെ ദൈവമാക്കുന്ന ഈ കള്ളപ്രചാരണം കാരണം ആകാശങ്ങൾ പൊട്ടിപ്പിളരാൻ തുടങ്ങിയിരിക്കുന്നു എന്ന് ഖുർആനിൽ അല്ലാഹു പ്രസ്താവിച്ചിട്ടുണ്ട്. ഈ വേദനയാൽ എൻ്റെ അവസ്ഥ ഇതാണ്. മറ്റുള്ളവർ സ്വർഗം ആഗ്രഹിക്കുന്നുവെങ്കിൽ എൻ്റെ സ്വർഗം എന്നത് എൻ്റെ ജീവിതകാലത്ത് ഈ ശിർക്കിൽ നിന്ന് മനുഷ്യർ മോചനം നേടുന്നതും ദൈവത്തിൻ്റെ മഹിമ വെളിപ്പെടുന്നതും കാണുക എന്നതാണ്. എൻ്റെ ആത്മാവ് എപ്പോഴും പ്രാർത്ഥിക്കുന്നു, എൻ്റെ ദൈവമേ, ഞാൻ നിൻ്റെ പക്ഷത്തു നിന്നുള്ളവനാണെങ്കിൽ, നിൻ്റെ അനുഗ്രഹത്തിൻ്റെ തണൽ എന്നോടൊപ്പമുണ്ടെങ്കിൽ, ഈസാ മസീഹ് അലൈഹിസ്സലാമിന് മേൽ ചുമത്തപ്പെട്ട അദ്ദേഹം ദൈവത്വം വാദിച്ചു എന്ന നൗദുബില്ലാ വ്യാജാരോപണം നീക്കം ചെയ്യപ്പെടുന്ന ആ ദിവസം എനിക്ക് കാണിച്ചു തരണമേ. ഒരു കാലഘട്ടം കടന്നു പോയിരിക്കുന്നു. എൻ്റെ 5 നേരത്തെ പ്രാർത്ഥനകളും ഇത് തന്നെയാണ്. അള്ളാഹു ഈ ആളുകൾക്ക് ഉൾക്കാഴ്ച നൽകുമാറാകട്ടെ. അവർ അവൻ്റെ ഏകത്വത്തിൽ വിശ്വസിക്കട്ടെ, അവൻ്റെ റസൂലിനെ തിരിച്ചറിയട്ടെ, തൃത്വവിശ്വാസത്തിൽ നിന്ന് തോബ ചെയ്യട്ടെ. ക്രൈസ്തവത പ്രായോഗികമായി ഇല്ലാതായിക്കൊണ്ടിരിക്കുകയാണ്. തൃത്വമെന്ന സിദ്ധാന്തം കേവലം ഗ്രന്ഥങ്ങളിലെ സിദ്ധാന്തം മാത്രമായി അവശേഷിച്ചിരിക്കുകയാണ്. യൂറോപ്പിൽ പ്രത്യേകിച്ച് അത് പ്രാവർത്തികമാക്കുന്നവർ വളരെ കുറവാണ്. ആഫ്രിക്കയിലും സൗത്ത് അമേരിക്കയിലും ഇപ്പോഴുമുണ്ട്. എന്നാൽ തൃത്വസിദ്ധാന്തം ഉപേക്ഷിക്കുന്നവർ പോലും ഏകനായ ദൈവത്തെ അംഗീകരിക്കുന്നില്ല. അതിനാൽ തൗഹീദിൽ ഉറപ്പിച്ചു നിർത്തുന്നതിനായി ഈ സന്ദേശം എത്തിക്കാൻ നമ്മളാൽ കഴിയുന്നത്ര പരിശ്രമിക്കേണ്ടതുണ്ട്. ഏതൊരു ലക്ഷ്യം പൂർത്തീകരിക്കാനാണോ അള്ളാഹു നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അയച്ചത്, ഏതൊരു തൗഹീദിൻ്റെ അധ്യാപനമാണോ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രഖ്യാപിച്ചത്, ആ യഥാർത്ഥ തൗഹീദ് ജീവിതത്തിൽ പകർത്തുന്നവരും അത് ലോകത്ത് പ്രചരിപ്പിക്കുന്നവരുമായിരിക്കാൻ അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. കാരണം ഇനി മനുഷ്യകുലത്തിൻ്റെ നിലനിൽപ്പിന് ഇതാണ് ഏക പോംവഴി. ഇതല്ലാതെ മറ്റൊരു പോംവഴിയില്ല. അള്ളാഹു നമുക്ക് ഇതിനുള്ള തൗഫീക്ക് നൽകുമാറാകട്ടെ. നമസ്കാരത്തിന് ശേഷം ഞാൻ 2 ജനാസ ഗായിബ് നമസ്കരിപ്പിക്കുന്നതാണ്. ഒന്ന് സിയാൽക്കോട് ജില്ലയിലെ മുൻ അമീറായിരുന്ന ഖാജ സഫർ അഹമ്മദ് സാഹിബിൻ്റേതാണ്. കുറച്ചു കാലമായി അദ്ദേഹം അമേരിക്കയിലായിരുന്നു. കഴിഞ്ഞ ദിവസങ്ങളിൽ 99-ാം വയസ്സിൽ അദ്ദേഹം വഫാത്തായി. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. പരേതൻ മുസിയായിരുന്നു. അദ്ദേഹത്തിൻ്റെ മകൾ ഇഫ്താഹായി പറയുന്നു, കുട്ടിക്കാലം മുതൽക്കേ അദ്ദേഹത്തിൻ്റെ ജീവിതം ജമാഅത്ത് സേവനത്തിൽ ആത്മാർത്ഥതയോടും വിനയത്തോടും പൂർണ്ണമായ സമർപ്പണത്തോടും കൂടി ചെലവഴിക്കുന്നത് ഞങ്ങൾ കണ്ടിട്ടുണ്ട്. ഖിലാഫത്തിനോടുള്ള അദ്ദേഹത്തിൻ്റെ ആഴത്തിലുള്ള ബന്ധം അദ്ദേഹത്തിൻ്റെ വ്യക്തിത്വത്തിൻ്റെ സവിശേഷമായ അടയാളമായിരുന്നു. ഇത് അദ്ദേഹത്തിൻ്റെ മക്കളുടെയും കുടുംബാംഗങ്ങളുടെയും ഹൃദയത്തിൽ ഖിലാഫത്തിനോടുള്ള സ്നേഹവും വിശ്വസ്തതയും വളർത്തുന്നതിൽ അടിസ്ഥാനപരമായ പങ്ക് വഹിച്ചു. ഇത് ഒരു യാഥാർത്ഥ്യം കൂടിയാണ്. അദ്ദേഹം അതീവ വിശ്വസ്തനും ആത്മാർത്ഥതയുള്ളവനും ജമാഅത്ത് വ്യവസ്ഥയോട് കൂറുള്ളവനുമായിരുന്നു. യൗവനം മുതൽ മരണം വരെ സേവനത്തിന് അദ്ദേഹത്തിന് തൗഫീഖ് ലഭിച്ചു. ഖുദാമുൽ അഹമ്മദിയായിൽ ഖായിദായും ജില്ലാ ഖായിദായും പ്രാദേശിക അമീറായും ജില്ലാ അമീറായും സേവനമനുഷ്ഠിക്കാൻ അദ്ദേഹത്തിന് അവസരം ലഭിച്ചു. ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ അതിഥികളെ സേവിക്കുന്നതിൽ അദ്ദേഹത്തിന് വലിയ താൽപ്പര്യമായിരുന്നു. കേന്ദ്രത്തിൽ നിന്ന് പോകുന്ന പ്രതിനിധി സംഘങ്ങളെ എപ്പോഴും സ്വന്തം വീട്ടിൽ താമസിപ്പിക്കുകയും അവരെ സേവിക്കുകയും ചെയ്തിരുന്നു. വളരെ സന്തോഷത്തോടും ഉന്മേഷത്തോടും കൂടി അദ്ദേഹം അതിഥി സൽക്കാരം നിർവഹിച്ചിരുന്നു. ഈ സേവനം ചെയ്യുമ്പോൾ അദ്ദേഹത്തിൻ്റെ മുഖത്ത് ഒരു പ്രത്യേക സമാധാനം കാണാമായിരുന്നു. ഒരു ഭാരവാഹിയെക്കുറിച്ചും അനുചിതമായ കാര്യങ്ങൾ അദ്ദേഹം പറയാറില്ലായിരുന്നു. അത്തരം കാര്യങ്ങൾ കേൾക്കാൻ അദ്ദേഹം ഇഷ്ടപ്പെട്ടതുമില്ല. തൻ്റെ മുന്നിൽ ആരെയും വിമർശിക്കാൻ അദ്ദേഹം അനുവദിച്ചിരുന്നില്ല. അള്ളാഹുവിൽ അദ്ദേഹത്തിന് പൂർണ്ണമായ തവക്കുലുണ്ടായിരുന്നു. ജമാഅത്ത് സേവനത്തിലാകട്ടെ വ്യക്തിജീവിതത്തിലാകട്ടെ എന്തെങ്കിലും പരീക്ഷണങ്ങൾ ഉണ്ടായാൽ എപ്പോഴും പൂർണ്ണ ശ്രദ്ധ പ്രാർത്ഥനയിലായിരുന്നു. അള്ളാഹുവിൽ പൂർണ്ണ വിശ്വാസമുണ്ടായിരുന്നു. മകൾ പറയുന്നു, പലപ്പോഴും അള്ളാഹു അദ്ദേഹത്തെ വളരെയധികം സഹായിക്കുന്നതും പ്രാർത്ഥനകൾ സ്വീകരിക്കുന്നതും ഞങ്ങൾ കണ്ടിട്ടുണ്ട്. രോഗിണിയായിരുന്ന സ്വന്തം മാതാവിനെയും അദ്ദേഹം വളരെയധികം സേവിച്ചു. വർഷങ്ങളോളം വലിയ ക്ഷമയോടും സ്നേഹത്തോടും കൂടി അവരെ പരിചരിച്ചു. അദ്ദേഹത്തിൻ്റെ പിൻഗാമികളിൽ ഭാര്യയെ കൂടാതെ 3 പെൺമക്കളും പേരക്കുട്ടികളും അവരുടെ മക്കളും ഉൾപ്പെടുന്നു. അള്ളാഹു അദ്ദേഹത്തിന് മഗ്ഫിറത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.
അതുപോലെ തന്നെ ഭരണപരമായ കാര്യങ്ങളിലും അദ്ദേഹം മികച്ച നിലയിൽ പ്രവർത്തിച്ച ഒരു ജില്ലാ അമീറായിരുന്നു. ഓരോ ജമാഅത്തിനെക്കുറിച്ചും അദ്ദേഹത്തിന് വ്യക്തമായ അറിവുണ്ടായിരുന്നു. ഗ്രാമങ്ങളിലെ ഏറ്റവും ചെറിയ ജമാഅത്തിനെക്കുറിച്ചും അവിടുത്തെ വഴികളെക്കുറിച്ചും അദ്ദേഹത്തിന് ധാരണയുണ്ടായിരുന്നു. ജില്ലയിലെ സാഹചര്യങ്ങളെക്കുറിച്ച് അദ്ദേഹം വളരെ സൂക്ഷ്മമായി നിരീക്ഷിച്ചിരുന്നു. വെറുമൊരു അമീറായി നഗരത്തിൽ മാത്രം ഒതുങ്ങിക്കൂടാതെ അദ്ദേഹം എല്ലായിടത്തും സന്ദർശനം നടത്തുമായിരുന്നു. സാഹചര്യങ്ങൾ അനുകൂലമായിരുന്ന കാലത്ത് ജൽസ സാലാനയിൽ പങ്കെടുക്കാൻ സിയാൽകോട്ടിൽ നിന്നും മറ്റും പ്രത്യേക ട്രെയിനുകൾ വരുമായിരുന്നു. അവയുടെ ക്രമീകരണങ്ങൾ അതീവ അച്ചടക്കത്തോടെ അദ്ദേഹം നിർവഹിക്കുമായിരുന്നു. സ്നേഹനിധിയായ ഒരു വ്യക്തിത്വമായിരുന്നു അദ്ദേഹത്തിൻ്റേത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ വിശ്വസ്തതയും ആത്മാർത്ഥതയും നിറഞ്ഞ അങ്ങേയറ്റം വിനയമുള്ള ഒരു മനുഷ്യനായിരുന്നു അദ്ദേഹം. അള്ളാഹു അദ്ദേഹത്തിന് പാപമോചനം നൽകുമാറാകട്ടെ. രണ്ടാമതായി പരാമർശിക്കുന്നത് ബുർക്കിന ഫസോയിലെ തദ്ദേശീയ അഹമ്മദിയായ എദ്രിസ അലിദു സാഹിബിനെക്കുറിച്ചാണ്. അദ്ദേഹം സൈന്യത്തിൽ സേവനമനുഷ്ഠിക്കുകയായിരുന്നു. നിലവിൽ അയോഗ്യ എന്ന ഗ്രാമത്തിൽ ഡ്യൂട്ടിയിലായിരുന്നു. അവിടെ തീവ്രവാദികൾ വലിയ രീതിയിൽ കുഴപ്പങ്ങൾ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ മാർച്ച് 3 ഡ്യൂട്ടിക്കിടയിൽ തീവ്രവാദി ആക്രമണത്തിൽ അദ്ദേഹം മരണപ്പെടുകയുണ്ടായി, ഷഹീദാകുകയുണ്ടായി. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. അദ്ദേഹത്തിന് 40 വയസ്സായിരുന്നു. അങ്ങേയറ്റം ആത്മാർത്ഥതയുള്ള ഒരു സേവന സന്നദ്ധനായിരുന്നു അദ്ദേഹം. 2007 അദ്ദേഹം അഹമ്മദിയത്ത് സ്വീകരിച്ചത്. അദ്ദേഹത്തിൻ്റെ കുടുംബത്തിൽ അദ്ദേഹം പത്നിയും മാത്രമാണ് അഹമ്മദികളായി ഉണ്ടായിരുന്നത്. ബാക്കി കുടുംബാംഗങ്ങളാരും അഹമ്മദികളായിരുന്നില്ല. റീജിയണൽ മുബല്ലിഗ് സാദ് സാഹിബ് പറയുന്നു, പരേതൻ ജമാഅത്തിൻ്റെ വളരെ സജീവമായ ഒരു അംഗമായിരുന്നു. ജമാഅത്തിനോടും ഖിലാഫത്തിനോടും ആഴത്തിലുള്ള ബന്ധം പുലർത്തിയിരുന്നു. വളരെ നല്ലവനും ഇബാദത്തുകൾ ചെയ്യുന്നവനും മാന്യനായൊരു അഹമ്മദി യുവാവുമായിരുന്നു. ഖായിദ് മജ്ലിസ് ഖുദാമുൽ അഹമ്മദിയായും അദ്ദേഹം സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. ചന്താകാര്യങ്ങളിൽ കൃത്യനിഷ്ഠയുള്ളവനായിരുന്നു. ജമാഅത്ത് പരിപാടികളിൽ വളരെ താൽപ്പര്യത്തോടെ പങ്കെടുക്കുമായിരുന്നു. സൈന്യത്തിലെ ജോലി തിരക്കുകൾക്കിടയിലും ബുർക്കിന ഫസോയിലെ ജൽസ സാലനയിൽ എല്ലാ വർഷവും പങ്കെടുക്കുമായിരുന്നു. മുറബിമാരോടും മൗല്യമിങ്ങളോടും വലിയ ബഹുമാനത്തോടും ആദരവോടും കൂടി പെരുമാറുകയും അവരെ സഹായിക്കുകയും ചെയ്തിരുന്നു. 2008 ഞാൻ ഗാന സന്ദർശനത്തിന് പോയപ്പോൾ 2005 ഞാൻ ബുർക്കിന ഫസോയിലും പോയിരുന്നു. എന്നാൽ 2008 ഗാനയിൽ പോയപ്പോൾ അവിടെ ബുർക്കിന ഫസോയിലെ ഖുദാമുകളുടെ ഒരു സംഘം സൈക്കിളുകളിൽ വന്നിരുന്നു. 1000-ലധികം കിലോമീറ്റർ ദൂരം സഞ്ചരിച്ചാണ് അവർ എത്തിയത്. അവരുടെ സൈക്കിളുകളാകട്ടെ ഇവിടത്തേതുപോലെയല്ല. തകരാർ പിടിച്ച സൈക്കിളുകളുമായി തകർന്ന റോഡുകളിലൂടെ 1000-ലധികം കിലോമീറ്റർ ദൂരം അവർ യാത്ര ചെയ്തു. അവർ ഗാനയിലെത്തുകയും അവിടെ വെച്ച് എന്നെ കാണുകയും ചെയ്തു. ജൽസകൾക്കും അവർ എപ്പോഴും സൈക്കിളുകളിലായിരുന്നു പോയിരുന്നത്. ലോക്കൽ മിഷണറി സബൂരി അബ്ദുറഹ്മാൻ സാഹിബ് പറയുന്നു, ജമാഅത്തിന് വേണ്ടി നിസ്വാർത്ഥമായി സേവനമനുഷ്ഠിക്കുകയും ഏത് സമയത്തും സേവനത്തിന് സന്നദ്ധനായും അദ്ദേഹത്തെ കണ്ടിരുന്നു. ഏതൊരു കാര്യത്തിനായി വിളിച്ചാലും ഉടൻ തന്നെ ലബ്ബേക്ക് എന്നുത്തരം നൽകുമായിരുന്നു. ജൽസ സലാനയിലും മറ്റ് സംഘടനാ ഇജ്തിമാകളിലും പൂർണ്ണ ഉത്തരവാദിത്വത്തോടെ അദ്ദേഹം പ്രവർത്തിക്കുമായിരുന്നു. അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ കാരണം ആളുകൾ അദ്ദേഹത്തോട് വളരെയധികം ആദരവുള്ളവരായിരുന്നു. സേവന താൽപ്പര്യം കണ്ട ആളുകൾ അദ്ദേഹത്തെ ചെറിയ മൗല്യം എന്ന് വിളിക്കുമായിരുന്നു. വഖഫ് ചെയ്ത മൗല്യമുകൾ ചെയ്യുന്നതിനേക്കാൾ ആവേശത്തോടെ അദ്ദേഹം പ്രവർത്തിക്കുമായിരുന്നു. സൈന്യത്തിൽ ജോലി ലഭിക്കാതിരുന്ന സമയത്ത് അദ്ദേഹം വളരെ ഉത്കണ്ഠാകുലനായിരുന്നു. തനിക്ക് നിലവിൽ ജോലിയൊന്നുമില്ലെന്നും താൻ ദരിദ്രനാണെന്നും ജമാഅത്തിൻ്റെ പുരോഗതിയിൽ എങ്ങനെ പങ്കുചേരാൻ സാധിക്കുമെന്നും അദ്ദേഹം ആകുലപ്പെടുമായിരുന്നു. ഏതായാലും ജോലി ലഭിച്ചപ്പോൾ അദ്ദേഹം കൃത്യമായി ചന്ത നൽകാൻ ആരംഭിച്ചു. ജമാഅത്തുമായി വലിയ ബന്ധമായിരുന്നു അദ്ദേഹത്തിനുണ്ടായിരുന്നത്. എവിടെയൊക്കെ ജോലി സംബന്ധമായി സ്ഥലം മാറ്റം ലഭിക്കുന്നുവോ അവിടെയെല്ലാം ചെന്ന് ആദ്യം ജമാഅത്ത് സെൻ്ററോ മസ്ജിദോ അന്വേഷിച്ചു കണ്ടെത്തുമായിരുന്നു. ജുമാ നമസ്കാരങ്ങളിലും മറ്റു പരിപാടികളിലും കൃത്യമായി പങ്കെടുക്കുകയും ചെയ്തിരുന്നു. അദ്ദേഹത്തിൻ്റെ പിൻഗാമികളിൽ മാതാവിനും ഭാര്യയ്ക്കും പുറമെ ഒരു മകനും 2 പെൺമക്കളും ഉൾപ്പെടുന്നു. അള്ളാഹു അദ്ദേഹത്തിന് മക്ബറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له
ومن يضلل فلا هادي له ونشهد أن لا إله إلا الله ونشهد أن محمدا عبده ورسوله عباد الله رحمكم الله إن الله يأمر بالعدل والإحسان وإيتاء ذي القربى وينهى عن الفحشاء والمنكر والبغي يعظكم لعلكم تذكرون اذكروا الله يذكركم وادعوه يستجب لكم ولذكر الله أكبر